ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേക വേഗത്തിൽ ആമേൻ ഹല്ലേലൂയ. ഈ ഒരു സൂം മീറ്റിങ്ങിലൂടെ കടന്നു വരുവാൻ ദൈവാത്മാവിന്റെ ജീവിതത്തിൽ അവസരങ്ങൾ നൽകിയത് ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. പ്രിയ ബിനാൻഡി ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. രാവിലെ ഹല്ലേലൂയ ദൈവിക നിയോഗത്തോടെ ഏറ്റെടുത്ത് ചെയ്യുന്ന എല്ലാ കാര്യത്തിനകത്ത് വലിയ ദൈവ ശക്തിയും ദൈവിക ബലവും കർത്താവ് കൈമാറുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവാത്മ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേക രാവിലെയുള്ള കൂട്ടായ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ബലമാണ്. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിലൊക്കെ പല സൂം മീറ്റിങ്ങിൻ്റെ അകത്തും അങ്ങനെയുള്ള നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിയോഗത്തോടെ ആത്മശക്തിയോടെ ചെയ്തെടുക്കുന്ന മീറ്റിംഗ് ആണ് ആൻറ്റി പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിനെ ലീഡ് ചെയ്യുവാനും ഒക്കെ ദൈവാത്മാവ് ധാരാളമായി കർത്താവിൻ്റെ ദാസി ഒരുക്കുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാൻ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, വചനത്തെ സംസാരിക്കാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് അവസരങ്ങൾ നൽകിയത് ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകം ഒരു അല്പം ലേറ്റ് ആയത് ഹല്ലേലൂയ. ഞാനൊരു മീറ്റിങ്ങിനകത്താണ്. ഞങ്ങൾ നടത്തുന്ന ഒരു ലേഡീസ് മീറ്റിംഗ് ഉണ്ട്. അതിൻ്റെ കൂട്ടായ്മ ഒരുപാട് കാലങ്ങൾക്ക് മുൻപേ തന്നെ കർത്താവ് ആരംഭിച്ചിരുന്നു. ഹല്ലേലൂയ. തീർച്ചയായിട്ടും കൊറോണ കാലഘട്ടമൊക്കെ ആ ഒരു തലത്തിൽ ഞങ്ങൾക്ക് കയറാനും കൂട്ടായ്മകൾ ആചരിക്കാനും ഇടയായി തീർന്നൊരു കാലഘട്ടമായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ മിനിസ്ട്രികൾക്ക് വേഗത്തിൽ ഒരു ചലനം ഉണ്ടായതും ഒരു വളർച്ച ഉണ്ടായതും കൊറോണ കാലഘട്ടത്തിനകത്താണ്. പലപ്പോഴും നിന്നു പോകുമെന്ന് നിരൂപിച്ച സമയമായിരുന്നു ആ സമയം. കാരണം ഞങ്ങൾ മിനിസ്ട്രി ആരംഭിച്ച 2016 മിനിസ്ട്രി ആരംഭിച്ചിട്ട് ഞങ്ങൾ ഓർത്ത് കർത്താവ് ഇപ്പം അത് തീർന്നു പോകുമല്ലോ, നിന്നു പോകുമല്ലോ, ഇങ്ങനെ ഒരു കൊറോണ കാലഘട്ടത്തെ ഞങ്ങൾ എങ്ങനെ അതിജീവിക്കുമെന്നൊക്കെ വളരെ ആശങ്കകൾ ഞങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. പക്ഷേ ആശങ്കകൾക്കൊന്നും ഹല്ലേലൂയ ഒരു ഇതുമില്ലാത്ത നിലകളിൽ കർത്താവ് അതൊന്നും ബാധിക്കാത്ത നിലകളിൽ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിച്ചു. ആ സമയത്താണ് ഇങ്ങനെ ഓൺലൈനിലൂടെയുള്ള അതിനു മുൻപ് നമുക്ക് ഓഫ്ലൈനിലൂടെയായിരുന്നു പ്രാർത്ഥനകൾ. അത് കഴിഞ്ഞിട്ടാണ് ഓൺലൈനിൽ പരിചയപ്പെടുവാനും ആ തലത്തിൽ പ്രയോജനപ്പെടുത്തുവാനും ദൈവാത്മാവ് അവസരമാക്കിയത്. ശേഷമാണ് എനിക്ക് ഓൺലൈനിലൂടെയുള്ള ആ ടൈമിൽ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ഞാൻ ഓർമ്മോ എന്തിനാ ഇതിനകത്ത് കയറി, അതിൻ്റെ അകത്ത് വലിയ സാന്നിധ്യമൊന്നുമില്ല, ഇല്ലെങ്കിൽ ഇതിനകത്ത് വലിയ ആത്മസാന്നിധ്യം ഒന്നും വ്യാപരിക്കാൻ ഇടയായി തീരത്തില്ലെന്നൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ. പക്ഷെ അതിനുശേഷം എനിക്ക് മനസ്സിലായി, ദൈവം നമുക്ക് ഈ അന്ത്യകാലഘട്ടത്തിൽ ഏറ്റവും പ്രയോജനപ്പെടുത്താൻ ദൈവം നമ്മുടെ കരത്തിൽ ഏൽപ്പിച്ച ഒരു കാര്യമാണ് ഈ ഓൺലൈൻ ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് ആത്മസാന്നിധ്യത്തെ അതിനകത്ത് അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര രോഗസൗഖ്യങ്ങളൊക്കെ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ശബ്ദം വഴി കർത്താവ് കൈമാറിയിട്ടുണ്ടായിരുന്നു. കൈവശ ശക്തിയൊക്കെ അഴിഞ്ഞു മാറി ഭൂതത്തിന് മേലൊക്കെ അധികാരത്തോടെ ശുശ്രൂഷിക്കാനൊക്കെ ഈ ഓൺലൈനിലൂടെ ദൈവം ഭാഗ്യമൊരുക്കി. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, നമ്മളത് ഓൺലൈനാണോ ഓർത്തിരിക്കാതെ ദൈവിക സാന്നിധ്യമാണ് എൻ്റെ അടുത്തേക്ക് ഇറങ്ങുന്നതെന്നും ദൈവികമായ ഇടപെടലുകളാണ് എനിക്ക് വേണ്ടി വെളിപ്പെടുന്നതെന്നും ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ അവിടെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാകത്തില്ല. ആ ലിമിറ്റേഷൻസിനെ പൊട്ടിക്കാൻ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള നിരൂപണത്തിന് സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാം. പ്രത്യേകം ഗ്രേസ് ഫാമിലി ഹല്ലേലൂയ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഒരുപാട് ദൈവദാസന്മാരെ, അങ്കിൾമാർ, ആന്റിമാർ എല്ലാവരും കണ്ടതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേക ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിയോടുമുള്ള പ്രത്യേകമായ വന്ദനത്തെയും നന്ദിയെയും സ്നേഹത്തെയും സമയം അറിയിക്കുന്നു. പ്രത്യേക ബീനാൻഡി ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരോടും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ സമയം അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇതുവരെയും പ്രാർത്ഥനയ്ക്കകത്തായിരുന്നു നമ്മളായിരുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിലും ഒരു മിനിറ്റ് ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാത്രിയിൽ, ഇന്ന് പ്രഭാതത്തിൽ ദൈവം എന്നോട് സംസാരിക്കണം. അസാധാരണമായ ദൈവ നിയോഗത്തിനകത്തേക്ക് കർത്താവേ നീ എന്നെ കയറ്റണം. ദൈവം സംസാരിക്കുന്ന എൻ്റെ ജീവിതത്തെ മാറ്റുന്നതായി മാറേണ്ടതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്ന് പറഞ്ഞു, ഒന്ന് സമർപ്പിക്കാൻ എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ മനസ്സുണ്ട്? ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അല്പസമയം എല്ലാവരും അന്യഭാഷയിൽ അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കാൻ ഹല്ലേലൂയ നിയോഗത്തോട് പ്രാർത്ഥിച്ചാട്ടെ. റൈഷസ്മേനി അർദ്ധനാദര ജനകദുര മനകദുരി അൽഗദാരകസ്മന ദൂരവ ശമന
ദൂരാനഗതാര അലകത്തൂരി അർദ്ധന അതര ജനകതുരി അൽഗതാരകസി റൈറ്റസ് മേനി അർദ്ധന ദൂരവാലകത്തുരി അർദ്ധനം ദൂരവ അർദ്ധം ദാരം ദരം ജനം മനം ദുരം അർദ്ധനാതുരി ജനകസി റൈറ്റസ് മേനി അർദ്ധന ദൂരവാലകസി അർദ്ധന യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഓ ഞങ്ങൾ ആത്മാവി ജയമെടുക്കുകയാണ് ജയമെടുക്കുകയാണ് അതര ജനകതുര മനകൽക ദൂരപക്ഷ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഓ നിങ്ങൾ ആത്മാവി ജയമെടുക്കുകയാണ്. യേശുവേ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. അത്ഭുതകരമായ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ പ്രഭാതത്തിൽ വെളിപ്പെട്ടു വരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ അനുഭവത്തിനകത്ത് ഹല്ലേലൂയ പരിധികളെ നിർണ്ണയിക്കുന്ന എല്ലാ പരിധികളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ പൊടിഞ്ഞു മാറുവാൻ ഓ ഞങ്ങളുടെ ആത്മാവിൽ പ്രാർത്ഥിച്ചു മുദ്രയിടുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ ഹല്ലേലൂയ ലിമിറ്റേഷൻസ് പൊളിയുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുകയാ. എല്ലാ തടസ്സങ്ങൾ വഴിമാറുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുകയാ. ആത്മാവിൽ പുറപ്പെടുന്നതിന് മുൻപ് തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ ഭേദിക്കുന്ന ഒരു ആത്മമണ്ഡലം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരാൻ പിതാവേ ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവവചനത്തിന് മുൻപാകെ ഇരിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ, അത്ഭുതമായി തീരട്ടെ, ദൈവം പ്രവർത്തിക്കുക കാരണമായി മാറിയാട്ടെ. മാനം ദുരം ധരം ജനം മനം ദുരം ധരം അർദ്ധരാതിരി ഇന്ന് പകരം വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കട്ടെ. ഞങ്ങളെ ലിമിറ്റ് ചെയ്തിരിക്കുന്ന സകല ബോണ്ടേജുകളും ഇന്ന് പ്രഭാതത്തിൽ പൊളിഞ്ഞു മാറി അസാധാരണമായ ഒരു ആത്മതലത്തെ കാണാൻ, അസാധാരണമായ ഒരു ആത്മതലത്തിലേക്ക് ഞങ്ങൾ എൻട്രി ചെയ്യാൻ പിതാവിന്റെ കൃപ ധാരാളമായി ഞങ്ങളുടെ ഓരോരുത്തരുടെ പേര് കൈമാറേണ്ടതിനായി പിതാവ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. അൽബം ദാനം ധരം ജനം മനം ദുരം ധരാജനാദിയാരകസിയ വലിയ ദൈവപ്രവൃത്തിയെ കണ്ട് സന്തോഷിക്കാൻ പിതാവ് നീ അവിടുന്ന് അവസരമാക്കിയാട്ടെ. ഇതിനകത്ത് കടന്നു വന്ന് എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു, ലീഡ് ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു, നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. സാധാരണമായ ദൈവശക്തി എല്ലാവരുടെ മേലും ഒരുപോലെ കൈമാറാൻ പിതാവ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ ആത്മമണ്ഡലത്തിൽ കർത്താവ് എന്തൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇന്ന് പ്രഭാതത്തിൽ ഏറ്റെടുക്കാനുള്ള ദൈവകൃപ, അഭിഷേകം, ശക്തി, ബലം ഇതെല്ലാം കർത്താവ് ഞങ്ങളുടെ മേൽ കൈമാറിയിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുകയാ. ദൈവപ്രവൃത്തി കൊണ്ട് ആത്മാവ് അലങ്കരിക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. സ്തോത്രം. കൃപയാൽ എന്നെ ഉയർത്തിടും, വാതിലുകൾ മുൻപിൽ തുറന്നിടും. കൃപയാൽ എന്നെ ഉയർത്തിടും, വാതിലുകൾ മുൻപിൽ തുറന്നിടും. വീണിടമെല്ലാം തല ഉയർത്തി നീ, വീണിടമെല്ലാം തല ഉയർത്തി നീ. അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കരുതൽ. അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ ജീവിതം ശൂന്യത നിറവുകളാൽ ജീവിതം ഒരത്ഭുതമായി. ശൂന്യത നിറവുകളാൽ ജീവിതം ഒരത്ഭുതമാ. യേശുവിൻ മുഖം ഞാൻ കണ്ടനാ, അഭിഷേകമെന്നിൽ വന്നതാ. യേശുവിൻ മുഖം ഞാൻ കണ്ടനാ, അഭിഷേകമെന്നിൽ വന്നതാ. അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കൃപകൾ. അത്ഭുതമേ
ആശ്ചര്യമേ അതിശയമേ ജീവിതം ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. എൻ ഭവനത്തിൽ ജയോത്സവം, എൻ ഭവനത്തിൽ ജയോത്സവം. അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കരുതൽ. അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ ജീവിതം. ശൂന്യത നിറവുകളാ ജീവിതം ഒരത്ഭുതമാ. ശൂന്യത നിറവുകളാ ജീവിതം ഒരത്ഭുതമാ. യേശുവിൻ മുഖം ഞാൻ കണ്ടതാ, അഭിഷേകമെന്നിൽ വന്നതാ. യേശുവിൻ മുഖം ഞാൻ കണ്ടതാ, അഭിഷേകമെന്നിൽ വന്നതാ. അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കരുതൽ. അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ ജീവിതം. അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കരുതൽ. അത്ഭുതമേ വിഗനദുരേ ഈ മനതേ വിഗനദുരേ. അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതമാക്കി മാറ്റുന്ന ദൈവകരത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. വേഗത്തിൽ ആമേൻ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അത്ഭുതമാക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ മേൽ വെളിപ്പെടുന്നുണ്ട്. ആമേൻ അതിനകത്തേക്ക് നമുക്കൊന്ന് കയറി വരുവാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ. വേഗത്തിൽ ആ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാമല്ലോ. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായം. ആമേൻ, ആമേൻ. അതിന്റെ 19 അതിന്റെ 13-ാമത്തെ വാക്യം വേഗത്തിൽ ആമേൻ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമല്ലോ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഹല്ലേലൂയ. രാജാവെ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്ത് നിന്ന് എന്നെ കൂടെ യാത്ര ചെയ്യുന്നവരെ ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. ഞങ്ങൾ എല്ലാവരും നിലത്ത് വീണപ്പോൾ, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിന്റെ നേരെ ഉதைക്കുന്നത് നിനക്ക് വിഷമമാകുന്നു എന്ന് എബ്രായ ഭാഷയിൽ എന്നോട് പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ആമേൻ, ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ ഒരു ദൈവശബ്ദമാണ് ആമേൻ നമുക്കിന്ന് പ്രഭാതത്തിൽ ആമേൻ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും പരിചയമുള്ള വചനമാണ്. എല്ലാവരും ഇത് വായിച്ചിട്ടുണ്ട്. ആമേൻ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആമേൻ, തീർച്ചയായിട്ടും ആമേൻ അങ്ങനെയുള്ള ആത്മീയ അനുഭവത്തിനകത്ത് നമ്മളെല്ലാവരും നിൽക്കുന്നത് കൊണ്ടും എപ്പോഴും തന്നെ ദൈവവചനവും കൂട്ടായ്മയൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ആമേൻ ഒരു ഭാഗമായതുകൊണ്ടും ഇത് ആമേൻ ഈ വചനത്തെ അറിയത്തില്ലാത്ത ആരുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെങ്കിലും ആമേൻ പ്രത്യേകമായി ദൈവം എന്നെ ഓർപ്പിച്ച ചില വിഷയങ്ങൾ മാത്രം സംസാരിച്ച ദൈവസന്നിധിയിൽ ഇരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. നാം വായിച്ച വചനം ഇങ്ങനെയാണ്. ആമേൻ, ഹല്ലേലൂയ. രാജാവേ, ആമേൻ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവിനോട് സംസാരിച്ച ഒരു വിഷയമായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസം ഞാൻ പറയുമ്പോൾ ഇന്നലെ ആമേൻ ഞങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആമേൻ ലേഡീസിന്റെ ഒരു മീറ്റിംഗ്, ആമേൻ ഞങ്ങൾക്ക് ഓഫ്ലൈനിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിന് പോയി സംബന്ധിച്ച് ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു.
ഉണ്ടായത്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ആരംഭിച്ച് ഇങ്ങനെ അതിൻ്റെ അകത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് വലിയൊരു പ്രകാശത്തെ എൻ്റെ കണ്ണിന് മുൻപിൽ കാണിക്കുവാനായിട്ടിടയായത്. ഭയങ്കര ഒരു പ്രകാശം. ആ ഒരു പ്രകാശത്തിനകത്തേക്ക് ഹലോ ഇതെന്താണെന്ന് ഞാനിങ്ങനെ ആത്മാവിൽ അതിനെ ഒന്ന് ധ്യാനിക്കാൻ തയ്യാറായപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഇത് പതിവ് പ്രകാശമല്ല, പതിവ് അറ്റ്മോസ്ഫിയറിനെ മാറ്റുന്ന ഒരു ആത്മതലമാണ് ഇതെന്ന് കർത്താവിനോട് പറയുവാനായിട്ടിടയായി തീർന്നു. അപ്പോഴാണ് എനിക്ക് ഈ വചനത്തിനകത്തേക്ക് ഒരു വാതിൽ ദൈവാത്മാവ് തുറന്നു തരുവാനായിട്ടിടയായി തീർന്നത്. ഇങ്ങനെയാണെന്ന് വായിച്ചത്, രാജാവേ നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിയുന്നൊരു പ്രകാശം എൻ്റെ മേൽ അടിക്കുന്നത്, സ്തോത്രം, കവിഞ്ഞൊരു പ്രകാശം എന്താണ് ഇങ്ങനെ പറയുന്നത്, സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരെയും ചുറ്റി പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതിനു മുൻപ് ഈ വചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവാത്മാവ് ഒരു പ്രകാശത്തിന്റെ ഒരു ആത്മീയ അനുഭവത്തെ കുറിച്ച് ദൈവാത്മാവ് സംസാരിക്കുകയായിരുന്നു. കാരണം ഞാനിങ്ങനെ ആ ഒരു വചനത്തെ റിലീസ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ ഭവനത്തിനകത്തുള്ള ആന്റി എന്നോട് പറയുമായിരുന്നു, കഴിഞ്ഞ ദിവസം മുതൽ എന്താണെന്ന് അറിയത്തില്ല, ഞാനിങ്ങനെ നടക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ കാരണം ആന്റിയുടെ കാലിന് ഷുഗർ വന്നിട്ട് കാല് 2 വിരൽ മുറിച്ച് കളയേണ്ടതായിട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് ആന്റിക്ക് നടക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനകത്താണ്. ഹല്ലേലൂയ. വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസിയാണ്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് ഷുഗറിന്റെ പ്രയാസം വന്നിട്ട് ഈ വിരൽ 2 കാല് മുറിച്ച് കളയണമെന്ന് ആയത് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു സാധ്യതയും ഉണ്ടാകാതെ ദൈവം അത്ഭുതകരമായി വിടുതൽ കൊടുത്തു. ഹല്ലേലൂയ. ഹാർട്ടിന്റെ ഒക്കെ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞതുകൊണ്ട് ഒരുപാട് ഞങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ അത്ഭുതകരമായ ദൈവം വിടുതൽ കൊടുത്തു. 2 വിരൽ മാത്രമേ പോയുള്ളൂ. എങ്കിലും കാല് കുത്തി നടക്കാൻ അല്പം പ്രയാസമുള്ളത് കൊണ്ട് നടക്കാനായിട്ട് കഴിയുന്നില്ല. വാക്കറിന്റെ സഹായത്തോടാണ് ഇപ്പം ആന്റി എഴുന്നേൽക്കി നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ ഒരു കാര്യത്തിനകത്ത് സ്തോത്രം, ആന്റി അവിടെ ഇരിക്കുമ്പോൾ കർത്താവ് ആന്റിയോട് പലപ്പോഴും ഇങ്ങനെ ഈ പ്രകാശം കാണിച്ചു കൊടുക്കാറുണ്ട് എന്ന് എന്നോട് പറയാനായിട്ട് ഇടയായിരുന്നു. ഈ വചനത്തെ അവിടെ റിലീസ് ചെയ്തപ്പോൾ ആ ദേവദാസി കരയുമായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവാത്മാവ് ഇതിനകത്തൂടെ എന്തോ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആന്റി പോകുമ്പോഴും നടക്കുമ്പോഴൊക്കെ ഇല്ലെങ്കിൽ അടുക്കളയിലൊക്കെ മാറുമ്പോഴൊക്കെ ഈ ഒരു പ്രകാശം, ആന്റി ഡോറിന്റെ പ്രകാശത്തെ, ഡോറ് തുറന്നിടുമ്പോൾ ജനലിലൂടെ ഡോറിലൂടെ ഒക്കെ കയറുന്ന ഒരു പ്രകാശം ഉണ്ടല്ലോ, അതിനേക്കാൾ എന്തോ ഒരു ആന്റിയെ ടച്ച് ചെയ്യുന്ന, ആന്റിയെ ആകർഷിക്കുന്ന ഒരു പ്രകാശം എപ്പോഴും ഇങ്ങനെ ഉണ്ട്. ഞാൻ മുകളിലേക്ക് നോക്കാറുണ്ട്, ഇതെന്താ പ്രത്യേകമായ ഒരു പ്രകാശം കാണുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അതെന്താന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. ഈ വചനത്തെ അവിടെ പാറ്റി പറഞ്ഞു, അന്ന് ഇതായിരിക്കും ഈ ഒരു പ്രകാശത്തെ ഞാൻ കണ്ടത്. ഈ ലൈറ്റിനേക്കാൾ ഈ ഡോറ് വാതിലൊക്കെ തുറന്നിടുമ്പോഴും കയറുന്ന പ്രകാശത്തെക്കാൾ എന്തോ ഒരു എന്നെ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്രകാശം എൻ്റെ കൂടെയുണ്ടെന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. തീർച്ചയായിട്ടും ഈ വചനത്തെ റിലീസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവിന്റെ സാന്നിധ്യമാണത്. ദൈവത്തിന്റെ പ്രസൻസ് ആണത്. അതിനെ തിരിച്ചറിയാനോ അതിനകത്തേക്ക് കയറാനോ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ്. പ്രസൻസിനെ നമ്മൾ അനുഭവിക്കുക മാത്രമല്ല, ലിറ്ററലി നമ്മൾ ആ ആത്മമണ്ഡലത്തെ കാണാൻ പാകത്തിന് നമ്മുടെ സ്പിരിച്വൽ ഐസ് ഈ ദിവസങ്ങളിൽ കർത്താവ് തുറന്നു തരുവാനായിട്ടിടയായി തീരും. അതിനുവേണ്ടി ഞാൻ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇങ്ങനെയാണെന്ന് വായിച്ചത്, സൂര്യന്റെ പ്രകാശത്തേക്കാൾ കവിഞ്ഞൊരു പ്രകാശം, സ്വാഭാവികമായ പ്രകാശത്തെക്കാൾ, സ്വാഭാവികമായ അറ്റ്മോസ്ഫിയറിനേക്കാൾ, സ്വാഭാവികമായ അന്തരീക്ഷത്തെക്കാൾ അപ്പുറത്തേക്ക് ഒരു പ്രയാണം ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സ്വാഭാവികമായ ഒരു ആത്മതലം ഓപ്പൺ ആണ്. സ്വാഭാവികമായ ഒരു ആത്മതലം എല്ലാവരുടെ മുൻപിൽ ഓപ്പൺ ആണ്. അതിനകത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അതിനകത്ത് നമ്മൾ ആരാധിക്കാറുണ്ട്, അതിനകത്തുള്ള യാത്രകളുണ്ട്, എല്ലാം ഓക്കെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതിനകത്തും യാത്രയുണ്ട്, അതിനകത്തും പ്രാർത്ഥനയുണ്ട്, സ്വാഭാവികമായി ഇതിനകത്തും ആരാധനയുണ്ട്, സ്വാഭാവികമായി ഇതിനകത്തും നമുക്ക് തിരക്കുകളുണ്ട്. പക്ഷേ ദൈവം അതല്ല ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നത്. അസ്വാഭാവികമായിട്ടുള്ള ആത്മതലത്തെ ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് എൻ്റെ മുൻപിൽ അങ്ങനെ ഒരു ആത്മതലത്തെ കർത്താവേ നീ തുറന്നാൽ മാത്രമാണ് എനിക്ക് അതിനകത്തേക്ക് എൻട്രി ചെയ്ത് ഹല്ലേലൂയ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സാഹചര്യത്തെ ഉപയോഗിക്കാൻ കഴിയത്തുള്ളെന്ന് ബോധ്യമുള്ളവരെല്ലാം ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് പ്രമാണിച്ച് ദൈവാത്മാവ് ചിലർക്ക് ഉറപ്പ് തരിക കേട്ടോ. സ്വാഭാവികമായ അന്തരീക്ഷത്തിനകത്ത് നിന്ന് അസാധാരണമായ അസ്വാഭാവികമായിട്ടൊരു ആത്മതലത്തിലേക്ക് ദൈവം ചിലരെ ഷിഫ്റ്റ് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന്
പകല് വിശ്വസിക്കാൻ മനസ്സുള്ളവരെല്ലാം വിശ്വസിച്ചാട്ടെ. ആത്മതലത്തിൽ ദൈവം അങ്ങനെ ഒരു കാര്യം ഓപ്പൺ ചെയ്യുമ്പോ അതിനകത്തേക്ക് കയറുക, നമ്മുടെ ഈ അവകാശങ്ങളെ പ്രാപിക്കുക. അവൻ ദൈവാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ ഒരു ആലോചനയെ കൈമാറുമ്പോൾ അവൻ അതിനകത്തേക്കൊന്ന് കയറാൻ കൊതിക്കുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെ ഒരു ആത്മതലമുണ്ട് കേട്ടോ. അവൻ സ്വാഭാവികമായ ഒരു ആത്മതലമുണ്ട്, അസ്വാഭാവികമായിട്ടൊരു ആത്മതലമുണ്ട്. സ്വാഭാവികമായി തലത്തിനകത്ത് പലതും നമുക്ക് ചെയ്യാനൊക്കെ കഴിയും. പക്ഷേ എന്തെങ്കിലും ഒരു അത്ഭുതമൊക്കെ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അസ്വാഭാവികമായിട്ടുള്ള ആത്മമണ്ഡലത്തെ നാം ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ കഴിയത്തുള്ളൂ എന്നൊരു ബോധ്യം പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാ. ഇതിനകത്തും ഈ സ്വാഭാവികമായ ആത്മതലത്തിനകത്തും പ്രാർത്ഥനയുണ്ടെന്ന്. ആമേൻ. ഇതിനകത്തും ആരാധനയുണ്ടെന്ന്, ഇതിനകത്തും ഉപസിക്കാൻ പറ്റുമെന്ന്, അവൻ ഇതിനകത്തും യാത്ര ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ അതൊക്കെ ലിമിറ്റേഷനാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ദൈവം പറയാ, നമ്മുടെ ലിമിറ്റേഷൻസിനെ ദൈവം പൊളിക്കുക. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ലിമിറ്റേഷൻസ് പൊളിയും. ഹല്ലേലൂയ. അവൻ ലിമിറ്റേഷൻസ് പൊളിയുമ്പോൾ അവൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ആത്മതലം വിശാലമാണ്, ഞാൻ എത്രത്തോളം ഒതുങ്ങിയ ഇരുന്നതെന്ന്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ലിമിറ്റേഷൻസ് പൊളിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ പറയും നമ്മൾ ചെയ്യുന്നത് വലുതാണ്, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ വലുതാണ്, അവൻ നാം ചെയ്യുന്ന മിനിസ്ട്രി വലുതാണ്, ഇല്ലെങ്കിൽ അവൻ ഇതിനകത്ത് ഇന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകതകളൊക്കെ പറയാനുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ദൈവം പറയാ, വിശേഷമായ ഒരാത്മതലം കൂടി വീനാന്റി തുറന്നു തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശേഷമായ അസ്വാഭാവികമായ ഒരാത്മതലം. ഇവിടെ നോക്കിക്കേ, സൂര്യന് വെല്ലുന്ന ഒരു പ്രകാശമാണ് ചുറ്റുമിന്നിയത്. ഈ സൂര്യൻ ഓൾറെഡി ഉണ്ട്, പകലാണ്, വെളിച്ചമാണ്. പക്ഷെ അതിനെ കവർ ചെയ്യുന്ന ഒരു വെളിച്ചം. അതാണ് പൗലോസിനെ ആകർഷിച്ചത്. അവൻ ആ വെളിച്ചത്തിനകത്തേക്ക് പൗലോസ് അവൻ വേഗത്തിൽ എൻട്രി ആയപ്പോ എന്താ സംഭവിച്ചെന്നറിയാമോ? അവന്റെ കണ്ണിന്റെ കാഴ്ച പോയി. ഹല്ലേലൂയ. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇനിയും ഈ കാഴ്ചക്കകത്ത് ഇരുന്നാൽ ഇതേ രീതിയിൽ പോകത്തേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ യാത്രയെല്ലാം തിരികെയാ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു സൂര്യനെ കവിഞ്ഞൊരു പ്രകാശമാ തന്റെ മേൽ വെളിപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെയാ പറയുന്നത്, നമുക്കറിയാമല്ലോ, കപ്പലിലുള്ള യാത്രയ്ക്കകത്ത് സൂര്യനെ കാണുന്നില്ല, ചന്ദ്രനെ കാണുന്നില്ല. പക്ഷേ ഹല്ലേലൂയ, അദ്ദേഹം അതിനു മുൻപ് സൂര്യനെ കവിയുന്ന ഒരു പ്രകാശത്തെ കണ്ടിട്ടാ യാത്ര തുടങ്ങിയത്. ഹല്ലേലൂയ. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ യാത്രയൊക്കെ മിഷണറി യാത്രയായി മാറി. അപ്പൊ അസ്വാഭാവികമായ ഒരു ആത്മതലത്തിൽ കടന്നു വന്നപ്പോ താൻ ചെയ്യുന്നതെല്ലാം പ്രത്യേകത ഉള്ളതായി മാറി. താൻ ചെയ്യുന്ന ശുശ്രൂഷകൾക്കകത്ത് പ്രത്യേകതയുണ്ടായി, തന്റെ യാത്രകൾക്കകത്ത് പ്രത്യേകതയുണ്ടായി, തന്റെ ചിന്തനങ്ങൾക്കകത്ത് പ്രത്യേകതയുണ്ടായി. തന്റെ ജീവിതത്തിൽ ആകമാനം മാറ്റം സംഭവിച്ചത് വിശേഷമായ ഒരു ആത്മമണ്ഡലത്തിന്റെ തുറവി സംഭവിച്ചപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക, ദൈവം അങ്ങനെ ഒരു അന്തരീക്ഷത്തെ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാ. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവാത്മാവ് അങ്ങനെ ഒരു ആത്മതലത്തെ ഓപ്പൺ ചെയ്യുക. പ്രാർത്ഥിക്കുക. സാധാരണമായി ദൈവപ്രവൃത്തിയെ പരിശുദ്ധമായി ഇന്ന് പ്രഭാതത്തിൽ കൈമാറുകയാണ്. അതിനകത്താകട്ടോ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. അതിനകത്താണ് നമ്മുടെ ശുശ്രൂഷകളുടെ തലം കിടക്കുന്നത്. അതിനകത്താ ദൈവപ്രവൃത്തിയുടെ തലങ്ങൾ കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക, അങ്ങനെ ഒരു അന്തരീക്ഷം എന്റെ മുമ്പിൽ ഓപ്പൺ ആക്കണം. ദൈവാത്മാവ് ഓപ്പൺ ആക്കാൻ ഹല്ലേലൂയ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങള് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ ചില യാത്രകൾക്കകത്തായിരുന്നു. ഹല്ലേലൂയ. ഹൈദരാബാദിൽ, ആന്ധ്രാപ്രദേശിലൊക്കെ കടന്നു പോകാൻ ദൈവാത്മാവ് ഞങ്ങൾക്ക് അവസരമാക്കി. അതുകൊണ്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സൂം മീറ്റിങ്ങിനൊക്കെ കുറച്ച് ഡിലേ വന്നു. എങ്കിലും ഹല്ലേലൂയ കടന്നു പോയത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അവിടെ ഞങ്ങൾ കടന്നു പോയപ്പോ ഒരുപാട് അസ്വസ്ഥതകൾക്കകത്തൂടെയാണ് ആ ഒരു യാത്ര തുടങ്ങിയത്. പക്ഷെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബസ്സിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു ഒരു അപകടം എനിക്കുണ്ടായി. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂരിൽ നിന്നാണ് ഞങ്ങൾ ഹൈദരാബാദിലേക്ക് ബസ്സിലാണ് ഞങ്ങൾ പോകാനായിട്ട് ഇടയായി തീർന്നത്. അപ്പം ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നു. ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ബസ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലാസ്റ്റത്തെ സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വളരെ പ്രയാസകരമാണെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. എങ്കിലും ഹല്ലേലൂയ അവിടെ ചെല്ലേണ്ടത് അത്യാവശ്യമായതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങൾ അതിനകത്ത് യാത്ര ചെയ്യുകയാണ്. അപ്പൊ ഏറ്റവും പുറകിലത്തെ സീറ്റാണ് ഞങ്ങൾക്ക് ലഭിച്ചത്.
ഇച്ചിരി ഹൈറ്റിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവിടെ ഇരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാനുള്ള ഒരു ഇതുണ്ട്. ഞാനത് ഇടുന്നതിന് മുൻപ് എൻ്റെ കൂടെ അച്ഛൻ ഇരിപ്പുണ്ട്. അച്ഛൻ അത് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് നന്നായിട്ട് ഇരിക്കുന്നത്. ഞാൻ ഇതെല്ലാം ഈ ഭാഗമെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാനതൊന്ന് സീറ്റ് ബെൽറ്റ് ഇടുന്നതിന് മുൻപ് തന്നെ വണ്ടി വേഗം സഡൻ ബ്രേക്ക് ഇട്ടു. പെട്ടെന്ന് ഞാനിങ്ങനെ എന്താണ് ആ ഹൈറ്റ് ആയിട്ടുള്ള ആ ഒരു ഇതിൽ നിന്ന് താഴേക്ക് വീഴുവാനായിട്ട് ഇടയായി തീർന്നു. താഴേക്ക് വീണിട്ട് മാത്രമല്ല, ഈ ബസ് ഇങ്ങനെ ഓടുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങനെ വീണിട്ട് ഈ ഫേസ് ഇങ്ങനെ ഒരഞ്ഞ് ഇതിന്റെ ബസ്സിന്റെ അകത്തോടെ തന്നെ കുറച്ച് അങ്ങ് പോയി. എന്നെ അച്ഛന് പിടിക്കാൻ പറ്റുന്നില്ല, കാരണം അച്ഛൻ സീറ്റ് ബെൽറ്റ് ഇട്ട് ഓൾറെഡി സുരക്ഷിത അകത്ത് നിൽക്കുക. അതുകൊണ്ട് എന്നെ പിടിക്കാൻ പറ്റുന്നില്ല. മറ്റുള്ളവർ എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്തു. ഞാൻ അന്നേരം വിചാരിച്ച, കർത്താവ് ഇത് എന്തോപ്പാ ഇങ്ങനെ ഒരു യാത്ര, ഞങ്ങൾ ഭയങ്കര ഒരു ഇതിലാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു അസ്വസ്ഥത സംഭവിച്ചപ്പോൾ ഓൾറെഡി എൻ്റെ ഫേസിനകത്ത് ഈ അലർജി കയറി വന്നിട്ടൊരു ഇതുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു മുറിവും കിട. അപ്പൊ എനിക്ക് മനസ്സിലായി, എൻ്റെ ഫേസും കൊണ്ട് ഈ യൂട്യൂബിലൊക്കെ മെസ്സേജ് ഒക്കെ കൊടുക്കാൻ ഷോർട്ട് മെസ്സേജ് ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ അന്ന് ആ സമയം തൊട്ട് എൻ്റെ ഫേസിനകത്താണ് സകല സംഭവം കടന്നു വരുന്നത്. അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവ് ഫേസിൽ ഞാനിപ്പോ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഭയങ്കര ഇതാണല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഇപ്പൊ ഈ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു അപകടമൊക്കെ ഉണ്ടായി. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥനയോടെ ഞാനായിരുന്നു. ആ സമയത്ത് പെട്ടെന്നൊരു അസ്വസ്ഥത ഉണ്ടായെങ്കിലും കർത്താവിനോട് സംസാരിക്കാനായിട്ട് ഇടയായിട്ടൊരു ദേവദാസൻ ആ സമയത്ത് വിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഇത് പറഞ്ഞിട്ടല്ല, ഇങ്ങോട്ട് വിളിച്ചു. കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇടയായി. ഞാൻ ഈ അപകടത്തിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. പക്ഷെ ദൈവാത്മാവ് ഇങ്ങനെ ഒരു ബോധ്യം തന്നു, ഞങ്ങൾ എങ്ങനെ പോകുന്നത് ഒരു മിഷണറി യാത്ര എന്നതുപോലെയാണ് നിങ്ങളുടെ യാത്ര. മറ്റുള്ളവരൊരു എന്താണ് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മിനിസ്ട്രി പരമായിട്ടുള്ള ഒരു മേഖല ദൈവം നിങ്ങൾക്ക് തുറന്നു തരും. അങ്ങനെ ഒരു യാത്രയാണ് മിഷണറി യാത്ര എന്നതുപോലെ കർത്താവ് ഇതിനെ മാറ്റും എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കിതിൻ്റെ ഇത് മനസ്സിലായത്. അപ്പോൾ എനിക്ക് ആ വേദനയും മാറി, എല്ലാ അസ്വസ്ഥതയും മാറി, ഞാൻ അകത്തളത്തിൽ ഫ്രീ ആകുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ യാത്ര ചെയ്തു. ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, ക്രിസ് എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ ദൈവദാസൻ ഇവിടെ ഇന്ത്യയിൽ വരുവാനായിട്ട് ഇടയായി തീർന്നു. ഹൈദരാബാദിലാണ് അദ്ദേഹം ഹല്ലേലൂയ വന്നത്. മിക്കവാറും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളൊക്കെ യൂട്യൂബിലൂടെയൊക്കെ എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അഭിഷേക്തൻ ഹല്ലേലൂയ ദൈവിക ശുശ്രൂഷയുടെ ഹല്ലേലൂയ തലത്തിൽ ഉപയോഗിക്കപ്പെടുന്ന മനുഷ്യൻ ഇന്ത്യയിൽ കാലുകുത്തുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ചെല്ലണം, കാണണം. നമുക്ക് ഏതൊക്കെയാലും അടുത്ത് ചെല്ലാനൊന്നും VIP സീറ്റും നമുക്ക് കിട്ടത്തില്ല, നമുക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് കുറച്ച് ദൈവദാസന്മാർക്ക് സാഹചര്യം അവർ ഒരുക്കി തന്നതുകൊണ്ട് ആ ഒരു ലിസ്റ്റ് നമ്മളെ ദൈവം കയറ്റി. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ചെന്ന് അദ്ദേഹത്തെ കുറച്ച് ദൂരം നിന്ന് കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഡയറക്റ്റ് നമുക്ക് കാണാനായിട്ട് ദൈവം അവസരമാക്കി. അപ്പോൾ തന്നെ സ്ക്രീനിലൂടെ നന്നായിട്ട് കാണുവാനായിട്ട് ഇടയായി തീർന്നു. എങ്കിലും ആ ഒരു ശുശ്രൂഷകൾക്കകത്ത് അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ കാര്യം, ചില വചനത്തിന്റെ ശക്തി ഹല്ലേലൂയ ദൈവം നമ്മുടെ മേൽ കൈമാറുന്ന ആ ഒരു തരത്തെ ദൈവം എനിക്ക് അവിടെ തിരിച്ചറിയാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ഗ്രൗണ്ടിനകത്ത് ഞാൻ ഇരിക്കുക, ഒരുപാട് പേരുണ്ടല്ലോ, ആ സ്റ്റേഡിയം നിറച്ച ആളുകളാണ്. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു 10-30,000 പേരോളം അവിടെ ഉണ്ടായിരുന്നു. ആ സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി അതിനും കൂടുതലാണ്. അത്രത്തോളം ആളുകൾ അവിടെ ഉള്ളപ്പോ എന്നെ ഒരു തരി പോലെ പോലും ഹല്ലേലൂയ വേറെ ആർക്കും തിരിച്ചറിയാൻ കഴിയത്തില്ല. അതിനകത്ത് എത്ര ആളുകൾ വന്നിരുന്നെന്ന് പറഞ്ഞാലും ആർക്കും അതിനകത്ത് എല്ലാം സെയിം ആയിട്ട് നമുക്ക് തോന്നും. VIP സീറ്റൊക്കെ ഉണ്ട്, പക്ഷെ ഇത്രയും ജനസമൂഹത്തിന്റെ മധ്യത്തിൽ VIP ആരാന്ന് അറിയത്തില്ല, ഇന്ന ആൾ ആരാന്ന് അറിയത്തില്ലാത്ത എല്ലാവരും ഒരേപോലത്തെ ഒരു തലത്തെയാണ് എനിക്ക് അവിടെ കാണാനായിട്ട് കഴിഞ്ഞത്. ആ സമയത്ത് ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ മയക്കം പോലെ ദൈവാത്മാവ് എനിക്ക് ദർശനം കാണുന്ന ആ ടൈമിൽ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാകാറുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവാത്മാവ് എന്നെ കാണിച്ചു തരുന്ന ഒരു വലിയ ഹൈവേ ആണ് ഞാൻ കാണുന്നത്. ഹൈവേ, നല്ലൊരു ഹൈവേ, നല്ല പുതിയതായിട്ട് പണിത് ഇട്ടിരിക്കുന്ന ഒരു ഹൈവേ പോലെ ഒരു റോഡ് ഞാൻ കാണുവാണ്. അപ്പൊ പെട്ടെന്ന് എന്നിട്ട് അതിൻ്റെ അകത്ത് ഈ റോഡിൽ നമ്മൾ ഇങ്ങനെ അതിൻ്റെ ലൈറ്റുകൾ ഫിറ്റ് ചെയ്തുവല്ലോ, അല്ലെങ്കിൽ റോഡ് ഇതാക്കി ഈ 4 ഇത് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു ലൈനൊക്കെ ക്രോസ് ചെയ്യുന്ന അതിൻ്റെ ആ സമയത്ത് അത് ലൈറ്റ് അല്ലെങ്കിലും പ്രകാശം അടിക്കുമ്പോൾ അതിങ്ങനെ ചുമലയായിട്ട് മഞ്ഞയായിട്ടൊക്കെ തെളിയുന്ന ഒരു ഇത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. റോഡിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്
എന്താ ഇത് അറിയാൻ വേണ്ടിയൊക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് ഞാനിങ്ങനെ കാണുന്ന ഹൈവേയിൽ ഈ സംഭവം ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം ഞാൻ നോക്കുമ്പോൾ അത് ഭയങ്കര പ്രകാശമായിട്ട് കാണുക. ഈ ലൈറ്റ് ഇതിനകത്ത് ഫിറ്റ് ചെയ്തേക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ ഇത് വജ്രം കിടന്ന് തിളങ്ങുന്ന പോലെയാണല്ലോ. ഞാനിങ്ങനെ ഈ പ്രാർത്ഥന അന്തരീക്ഷത്തിനകത്ത് ഞാൻ ഈ കാഴ്ച കാണുക. അപ്പൊ ഞാൻ നോക്കുമ്പം എൻ്റെ അച്ചായൻ അവിടെ നിൽപ്പുണ്ട്. അച്ഛൻ്റെ കാല് കാണുന്നുണ്ട്, കാലിൽ ഷൂ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഭയങ്കര വജ്രം തിളങ്ങുന്നത് പോലെ ഹൈവേ റോഡിന്റെ സൈഡിൽ എനിക്ക് ഈ വരിയുണ്ടല്ലോ, ഈ ലൈൻ കൊടുക്കുമല്ലോ, ഈ ലൈൻ കൊടുക്കുന്നതിന്റെ അവിടെയാണ് ഈ വജ്രം പോലെ പ്രകാശിക്കുക. അപ്പൊ ഞാനത് പെട്ടെന്ന് എടുക്കണം എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം അത്രയ്ക്കും പ്രകാശമാണ്. ആ വജ്രം തന്നെയാണ്, വേറെ ഒന്നുമല്ല, അത്രയ്ക്കും പ്രകാശമാണ്. അപ്പൊ ഞാൻ അത് എടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ അച്ഛൻ എന്നിട്ട് ഇത് ഈ കാലുകൊണ്ട് അതിങ്ങനെ ആ ലൈനിൽ ഇങ്ങനെ ചവിട്ടും, അതിലിങ്ങനെ മറയും. അതേല ചവിട്ടുന്നു. അപ്പൊ ഈ പ്രകാശം മറയുക. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ അതേ ചവിട്ടില്ല, അതെനിക്ക് എടുക്കാനായിട്ട് ഞാനിങ്ങനെ വരുക. അപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ സ്വപ്നം അല്ലെങ്കിൽ എൻ്റെ ആ ഒരു വിഷനങ്ങ് മാറി. അപ്പം ഞാനിങ്ങനെ ഓർത്തു, കർത്താവ് ഇതെന്താ ഞാൻ ഈ കാണുന്നത്? ഇത് രത്നമല്ല, ഇല്ലെങ്കിൽ ഇതൊരു വജ്രമല്ല, പക്ഷെ ഇതെന്താ ഞാൻ കണ്ട് എന്ന് കർത്താവിനോട് ഞാൻ ചോദിച്ചു. അവിടെ നിന്ന് തന്നെ അത്രയും കണ്ടു പെട്ടെന്ന് ആ ദർശനങ്ങ് മാറി. ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ കർത്താവിനോട് ഒരു വചനമാണ് തന്നത്. വചനം ഇങ്ങനെയാണ്, ആമേൻ ഹല്ലേലൂയ, എന്താണ് എൻ്റെ വചനം, ആമേൻ നിന്റെ കാലിന് പ്രകാശവും, ആമേൻ നിന്റെ പാതയ്ക്ക് പ്രകാശവും, കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. കാലിന് ദീപമാണ്. അപ്പൊ ഞാൻ കാണുന്ന അച്ഛൻ്റെ കാലാ കാണുന്നത്, കാലിന് ദീപമാണ്. എന്നിട്ട് പറയാണ് പാതയ്ക്ക് പ്രകാശമാണ്. അത് എടുക്കാനല്ല, ദൈവാത്മാവ് പറയുന്നു ഈ വചനമാണ് നീ എടുക്കേണ്ടത്. ഈ വചനം എടുക്കുമ്പോൾ ആമേൻ ഇത് നിന്റെ കാലിന് ദീപമാകും, പാതയ്ക്ക് പ്രകാശം. അത് ഈ ഹൈവേ കണ്ടത്. ഇപ്പൊ പെട്ടെന്ന് എനിക്ക് വചനം ആണ് കർത്താവിനോട് സംസാരിക്കുന്നത് എനിക്ക് ബോധ്യപ്പെട്ടു. വചനത്തിനകത്ത് നമുക്ക് ഈ പാത തെളിയത്തുള്ളൂ, ഈ വചനത്തിനകത്തെ നമുക്ക് ചുവടുകൾ എടുത്തു വെക്കാൻ കഴിയത്തുള്ളൂ എന്ന് എനിക്കൊരു ബോധ്യം ആ ദർശനത്തിനകത്തൂടെ കർത്താവ് എനിക്ക് കൈമാറി. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഓർക്കുക, ഈ ക്രിസ്സൊക്കെ എങ്ങനെയാ ഇങ്ങനെയുള്ള അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് ഞാൻ ഓർക്കുക. ഇതെന്നോട് ഓൾറെഡി സംസാരിച്ചു. അവൻ കർത്താവിനോട് പറഞ്ഞു, വചനത്തിനകത്ത് നമുക്ക് ചലിക്കാൻ കഴിയത്തുള്ളൂ. വചനം ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. ഈ വചനമാണ് പാത ഓപ്പൺ ആക്കി തരുന്നത്. ഈ വചനമാണ് അവൻ നമ്മളെ നടത്തുമാറാക്കുന്നത്. ഇതിനകത്താണ് ചുവടെടുത്ത് വെക്കേണ്ടത് കർത്താവ് സംസാരിച്ചു. ഞാൻ എന്നിട്ടും ഇങ്ങനെ ആലോചിക്കുക, ഈ ക്രിസ്സൊക്കെ എങ്ങനെയാ ഈ അഭിഷേകത്തോടെ നിൽക്കുന്നതെന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആമേൻ ഹല്ലേലൂയ. ദൈവദാസൻ വന്നു. ആമേൻ ദൈവദാസ ശുശ്രൂഷയ്ക്കകത്ത് കയറുന്നതിന് മുൻപ് ഞാൻ ചിന്തിച്ചു, കർത്താവ് എന്താ ഇന്ന് സംസാരിക്കുന്നത്? അപ്പൊ കർത്താവ് എനിക്ക് ദൈവാത്മാവ് തന്ന അതേ ആലോചന, വചനത്തിനകത്ത് നിനക്ക് ചലിക്കാൻ പറ്റത്തുള്ളൂ. വചനമാണ് നിന്റെ പാതയ്ക്ക് ദീപമായിരിക്കുന്നത്, കാലിന് പ്രകാശം, പാതയ്ക്ക് പ്രകാശമായിരിക്കുന്ന വചനമാണ്. വചനത്തിനകത്ത് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്, വചനമാണ് എന്നെ എഴുന്നേൽപ്പിച്ചത്. ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഞാൻ എന്നാലും അവിടെ നിന്ന് ചോദിച്ചു, ക്രിസ്തുവിന്റെ മേൽ കിടക്കുന്നതും ഇല്ലെങ്കിൽ ആരും അറിയത്തില്ലാത്ത, ആമേൻ ഹല്ലേലൂയ, ആരും അറിയാതെ പോയി ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന എൻ്റെ മേലും വ്യാപരിക്കുന്ന പരിശുദ്ധർമ്മ ഒന്നാണ്. കാരണം ക്രിസ്തു അന്ന് പ്രസംഗിച്ചതും ഇത് തന്നെ, ദൈവം എന്റെ ദർശനത്തിലൂടെ കാണിച്ചു തന്ന ഇത് തന്നെ. അപ്പൊ ഇതുപോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ ക്രിസ്തും ഞാനും തമ്മിൽ, ഇല്ലെങ്കിൽ നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ആമേ ക്രിസ്തു വചനത്തെ ധ്യാനിച്ച് അതിനകത്ത് എഴുന്നേക്കുക, അതിനപ്പുറത്തേക്ക് പിന്നെ സാഹചര്യത്തെ നോക്കുകയല്ല. ആമേൻ ഈ വചനം എങ്ങനെ സംസാരിച്ചു അത് അതേപടി വിശ്വസിക്കുന്നു, അതിനെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നു, അതിനു വേണ്ടി അങ്ങനെ തന്നെ എഴുന്നേക്കുക. പക്ഷെ നമ്മുടെ എന്ന് പറഞ്ഞാൽ വചനം ഒരു ഭാഗത്ത് നിൽക്കും, ആമേ മറുഭാഗത്ത് നമ്മുടെ സാഹചര്യം കൂടെ നോക്കും. അങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് മുമ്പോട്ട് എടുത്തു വെക്കാം. ഇതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് കർത്താവിനോട് സംസാരിക്കാനായിട്ട് ഇടയായി തീർന്നു. ആമേ വ്യക്തമായിട്ട് വചനത്തിനകത്ത് എങ്ങനെ നിൽക്കണം എന്നുള്ളത് ഈ വചനം തന്നെയായിരുന്നു. ഈ വചനം തന്നെ ദൈവാത്മാവ് എടുത്തു സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോ നമ്മൾ ഏത് തലത്തിൽ നിൽക്കുന്നോ അതേ ആത്മതലത്തെ തന്നെയാണ് മറ്റുള്ളവർ ഉപയോഗിക്കുന്നത്. പക്ഷെ അവർ ഫേമസ് ആകാനുള്ള കാരണം, അവർ ആ ഒരു പൊസിഷനകത്തേക്ക് കയറി വരാൻ കാരണം വചനത്തെ അതേപോലെ റിസീവ് ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ പൗലോസും ആള് മാറിയത് ഈ വചനത്തെ അങ്ങനെ തന്നെ കണ്ടതുകൊണ്ടാണ്. അസ്വാഭാവികമായ ഒരു ആത്മമണ്ഡലത്തെ തുറന്നത് കൊണ്ടാണ് പൗലോസിന് അതിനകത്തേക്ക് കയറാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് പറയുന്നു, ആ തലത്തിലേക്ക് ദൈവാത്മാവ് നമ്മളെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയമാണ്. ഹല്ലേലൂയ. എന്തോന്ന് നമ്മളെ ആ ഒരു തലത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ അതിനെ തിരിച്ചറിഞ്ഞുള്ള ഒരു യാത്രയ്ക്കകത്തേക്ക് കയറി വരാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിനകത്ത് കാണുന്നുണ്ട്. അവൻ എന്താ പറയുന്ന, ഏത് മനുഷ്യൻ
മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ഹല്ലേലൂയ. ഏത് മനുഷ്യനെയും ഇത് പ്രകാശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചെറിയവരെന്നില്ല, വലിയവരെന്നില്ല, പണക്കാരെന്നില്ല, പാവപ്പെട്ടവരെന്നില്ല, സ്ത്രീ എന്നില്ല, പുരുഷനെന്നില്ല, ആമേൻ, കുഞ്ഞുങ്ങളെന്നില്ല, ആമേൻ, വ്യത്യാസമില്ലാതെ എല്ലാവരുടെ മേലും ഈ വചനത്തെ പ്രകാശിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ മനുഷ്യനെ പ്രകാശിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ആത്മതലത്തെ ദൈവാത്മാവ് ആമേൻ ഇതിനകത്ത് കൈമാറുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ബിജോയ് ആമേൻ ദൈവദാസനെ ശക്തമായി പ്രാർത്ഥിക്കുക. അസ്വാഭാവികമായ ഒരു ആത്മമണ്ഡലത്തെ കർത്താവിന് തുറക്കാൻ പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അസ്വാഭാവികമായ ഒരു ആത്മമണ്ഡലം. പ്രൈസ് ദി ലോർഡ്. അതിനകത്താണ് ആമേൻ നമ്മുടെ വിടുതലിരിക്കുന്നത്. അതിനകത്താണ് നമ്മുടെ ശുശ്രൂഷ ഇരിക്കുന്നത്. അതിനകത്താണ് നമ്മുടെ മിനിസ്ട്രി ഇരിക്കുന്നത്. അതിനകത്താണ് ചിലതൊക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനിപ്പോഴും ആമേൻ പൗലോസ് യാത്ര ചെയ്യുന്നവനാ. ഹല്ലേലൂയ. പക്ഷേ ആ യാത്ര പരിമിതിയാണ്. ആമേൻ. അതിനകത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ ശൂന്യമാണ്. പക്ഷേ അവൻ എപ്പോൾ ആ സ്വാഭാവികമായ ആത്മമണ്ഡലത്തെ താൻ കണ്ടുവോ അവിടം തൊട്ട് തന്റെ പ്രയാണം മാറി. അമേ പിന്നീടുള്ള യാത്രകൾ മിഷണറി യാത്രകൾ എന്നറിയപ്പെട്ടു. അമേ പിന്നീടുള്ള തന്റെ പ്രവർത്തനങ്ങൾ കർത്താവിന്റെ രാജ്യത്തെ ഉയർത്തുന്നതായി മാറി. അങ്ങനെ അവൻ ഇപ്പോൾ നിൽക്കുന്ന അന്തരീക്ഷത്തിനകത്തു നിന്നും അടുത്തൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മളെ കയറ്റ സമയമായെന്ന് പരിശുദ്ധ ഇതിനകത്ത് പ്രവചിച്ചു പറയാൻ ദൈവാത്മാവിനോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നിൽക്കുന്ന ആത്മമണ്ഡലം ചെറുതാണെന്ന് അവൻ അടുത്ത ഒരു ആത്മതലത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. ആമേൻ. ബിജോയ്. ഹല്ലേലൂയ. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ പറയും ആമേൻ ഹല്ലേലൂയ ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾ വലുതാണ്, അല്ലെങ്കിൽ ആമേൻ ദൈവം ഏൽപ്പിച്ചത് വലുതാണെന്ന് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം. ആമേൻ. പക്ഷെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആമേൻ ഒരു പരിധികൾക്കകത്ത് തന്നെ ഇരിക്കുന്നതാണെന്ന് മനസ്സിലാക്കുന്നത് അടുത്തൊരു അസ്വാഭാവികമായ ഒരു പ്രകാശം, അസ്വാഭാവികമായ ഒരു ആത്മമണ്ഡലം തുറക്കണം. ആമേൻ. അങ്ങോട്ടേക്ക് കയറുമ്പോഴാണ് കർത്താവേ ഇന്നലെ വരെ ഞാൻ ഈ ഉപവസിച്ചതും ഇന്നലെ വരെ ഞാൻ നിന്നതും ഇന്നലെ വരെ ഞാൻ ചാരിച്ചതൊക്കെ ഒരു ആമേൻ ലിമിറ്റിനകത്തായിരുന്നല്ലോ എന്ന് നമുക്ക് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ജീവിതത്തെ ഡിവൈഡ് ചെയ്യുന്ന ആമേൻ ഒരു തലത്തെ ദൈവാത്മ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബിജോയ് ബ്രദറിനോട് കർത്താവ് വളരെ ശക്തമായി പറയും. ഇതിനകത്ത് ആമേൻ ഈ ദൂത് കൈമാറുമ്പോൾ പലർക്കുമുള്ള ദൂതാണ്. അതെങ്ങനെ ഏറ്റെടുക്കുന്നു അവരുടെ മേൽ അത് ആമേൻ ആ ഒരു എന്താണ് ഡിവൈഡിങ് ആ ഒരു സംഭവത്തെ തിരിച്ചറിയാൻ കഴിയും. അവൻ ശരിക്കും അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ ദൈവാത്മാവ് ആത്മതലത്തെ അവൻ ഡിവൈഡ് ചെയ്ത് നമ്മളെ അതിനകത്ത് കയറ്റാൻ വേണ്ടി പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പറയും ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കും. ഹല്ലേലൂയ. അവൻ നമ്മൾ പറഞ്ഞാൽ മതി വാക്കൊരു പ്രകാശമായി മാറാൻ വേണ്ടി പോകുക. അവൻ നമ്മുടെ വായിലൂടെ വരുന്ന വാക്കുകൾ ഒരു പ്രകാശമായി മറ്റുള്ളവരുടെ മുൻപിൽ അത് വെളിപ്പെട്ടു വരാൻ വേണ്ടി പോകുക. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ഒരു തലത്തെ ദൈവാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എത്ര പേർക്ക് അവൻ അതിനെ ഒന്ന് വിശ്വസിച്ച് അവൻ അതൊരു അടയാളമായി സ്വീകരിച്ച് അവൻ നമ്മുടെ ശബ്ദത്തിനകത്തൂടെ അവൻ പ്രകാശത്തെ കൈമാറുന്ന ആത്മീയ അനുഭവത്തിലേക്ക് കയറി വരാൻ ഹല്ലേലൂയ ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൂരാല പ്രാർത്ഥിയാർത്ഥന അസ്തനാജനക ദുരികരഹസിയാർത്ഥന ദൂരബാലകസിയ. അമ്മ ദൈവാത്മാവ് ആ ഒരു അമ്മേനെ ഹൈദരാബാദിൽ ചെന്ന് അങ്ങനെ ഒരു കൂട്ടായ്മ ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. അമ്മ തിരിച്ച് എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഹൈദരാബാദില്, അമ്മേൻ ആന്ധ്രാപ്രദേശില്. കാരണം ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അമ്മേൻ ഹല്ലേലൂയ ഞാൻ മാത്രമേ ഇവിടെ മലയാളി കോളേജാണ് അമ്മ, പക്ഷെ ഞാൻ മാത്രമേ മലയാളി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും അമ്മേൻ ആന്ധ്രക്കാരും മണിപ്പൂരീസും അങ്ങനെയുള്ള ആളുകളായിരുന്നു. അതിനിടയ്ക്ക് ഒരാൾ മാത്രം എന്നെ അല്പം തെലുങ്ക് ദൈവം പഠിപ്പിച്ചായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു എന്തിനാ ഈ തെലുങ്ക് ഭാഷ പഠിപ്പിച്ചു, ഇതിനകത്ത് വല്ല പ്രയോജനമുണ്ടോ, വല്ല ഇംഗ്ലീഷോ ഹിന്ദിയൊക്കെ ആയിരുന്നെങ്കിൽ അമ്മ പോകുന്ന സ്ഥലങ്ങളിൽ അത് പ്രയോജനപ്പെട്ടേനായിരുന്നല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുമായിരുന്നു. ഈ തെലുങ്ക് പഠിച്ചതിനകത്ത് എന്തായാലും കാര്യമുണ്ടോ എന്ന് ചിന്തിച്ചായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതിനകത്ത് ചെറിയ കാര്യമായിക്കൊള്ളട്ടെ അതിനകത്ത് ഭയങ്കര ഉദ്ദേശമുണ്ട്. അവൻ ഈ പ്രാവശ്യമാണ് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിന് ഞങ്ങൾക്ക് ആന്ധ്രയിൽ ചെന്ന് മിനിസ്ട്രി ചെയ്യാൻ റെഡിയായി തീർന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി അല്പസ്വല്പമാണെങ്കിലും തെലുങ്ക് എന്നെ പഠിപ്പിച്ചതിനകത്ത് ഭയങ്കര ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ആ തെലുങ്ക് ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് അമ്മ ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം എൻ്റെ കൂടെ പഠിച്ചൊരു ദേവിദാസൻ പറഞ്ഞു അമ്മ അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വഴി ഒക്കെ കാണിച്ചു തന്നു. പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നു. അദ്ദേഹം അവരുടെ ആന്ധ്രക്കാരുടെ ലിസ്റ്റിൽ ഞങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തി ആന്ധ്ര ദേവദാസന്മാർ ആ ലൊക്കാലിറ്റിയിലുള്ള ദേവദാസന്മാർക്ക് പ്രത്യേക കൺസെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ലിസ്റ്റിൽ ഞങ്ങൾ പെടുത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് റൂമിനൊന്നും വാടക കൊടുക്കേണ്ടി വന്നില്ല. റൂമല്ല അവർക്ക് അവരുടെ ലിസ്റ്റിൽ പെടുത്തിയോണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടി. അങ്ങനെ ഞങ്ങൾ കയറി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിനകത്തൊക്കെ ഭയങ്കര ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. തെലുങ്ക് പഠിപ്പിച്ചതിനകത്തൊക്കെ ഭയങ്കര ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയുടെ അവർ ചെയ്യുന്ന മിനിസ്ട്രിക്ക് അകത്ത് കടന്ന് എല്ലാം ദൈവാത്മ അവസരമാക്കി ഒരുപാട് ഗ്രാമപ്രദേശങ്ങൾ സഞ്ചരിക്കാൻ ദൈവാത്മ ഭാഗ്യമൊരുക്കി. അപ്പോൾ മനസ്സിലായി കർത്താവെ റെസ്പോൺസിബിലിറ്റി വലുതാണല്ലോ. ഞാൻ ഓർത്തൊരു സൂം നടത്തിയ തീർന്ന സംഭവം. ഒരു സൂമിലൂടെ ഒക്കെ ചെയ്ത് ശുശ്രൂഷയൊക്കെ ചെയ്ത് അത്യാവശ്യം യൂട്യൂബിലൂടെ ഒക്കെ വന്ന്, ഇല്ലെങ്കിൽ അത്യാവശ്യം ഒരു ഓഫ്ലൈൻ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്ത്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതാണ് ഇല്ലെങ്കിൽ ഇതിനകത്തൂടെ റേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ശുശ്രൂഷ എന്നൊക്കെ ഓർത്തു. പക്ഷെ ഗ്രാമത്തിനകത്തേക്കൊക്കെ ചെന്നപ്പോഴാണ് മനസ്സിലായത് കർത്താവ് ഞാൻ അറിഞ്ഞതോ ഇല്ലെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തതോ ഒന്നുമല്ല. ഒരുപാട് ആളുകൾ, ഒരുപാട് കുഞ്ഞുങ്ങൾ. അപ്പൊ ഞാനിങ്ങനെ ഓർത്തു, എൻ്റെ മേൽ കിടക്കുന്ന സകല നിയോഗവും വെളിപ്പെടുത്താൻ പറ്റുന്ന ഏരിയക്കകത്താണ് ഞാൻ വന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യം വന്നു. ഒരുപാട് കുഞ്ഞുങ്ങൾ വസ്ത്രമില്ലാതെ ആഹാരമില്ലാതൊക്കെ നിൽക്കുന്ന ആ ഗ്രാമത്തിലുള്ള ഒരു ചുറ്റുപാടുമുള്ള ഒരു ചെറിയൊരു ഗ്രാമം. അതിനകത്ത് ഞാൻ നോക്കുമ്പോൾ സാരിയൊക്കെ മറച്ചാണ്. ഇന്നൊക്കെ നമ്മൾ രണ്ട് നില ബിൽഡിങ് പണിത് അതിന്റെ മേളിൽ ബിൽഡിങ് പണിയാൻ നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന വിഷയം, ചിലരുടെ പ്രാർത്ഥന വിഷയം ഹല്ലേലൂയ കേട്ടപ്പം ഓൾറെഡി ബിൽഡിംഗ് ആണ്, അതിന്റെ മേളിൽ ഒരു ബിൽഡിംഗ് ഇങ്ങനെ പണിയാനായിട്ട് താല്പര്യപ്പെടുന്ന, അതിന്റെ പണി ഒരു മുടക്കം കൂടാതെ നടക്കണേ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോട് അങ്ങനെ പറഞ്ഞത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോൾ അവരുടെ പ്രാർത്ഥന വിഷയം ഒരു ബാത്റൂം ഉണ്ടാകാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മളും അവരും തമ്മിലുള്ള അന്തരം എന്തോ ഒരുവാ. അപ്പൊ സാരിയൊക്കെ മറിച്ചിട്ട് കെട്ടി ടാർപ്പി, ഞാൻ ഇതെല്ലാം വീഡിയോ എടുത്തു. കാരണം ഇത് ഈ കുറെ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ അത് ചില ചേരി പ്രദേശങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അത്രമാത്രം നമ്മളെ ഒക്കെ ദൈവം ഡെവലപ്പ് ആക്കി. പക്ഷെ അവിടെ ചെന്നപ്പോൾ പഴയ അനുഭവത്തെ ഒന്നോടെ കാണാൻ ഈ കാലഘട്ടത്തിലും അങ്ങനെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ ഇടയിൽ ചെല്ലണം, ശുശ്രൂഷ ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹം മനസ്സിനകത്തുണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോൾ അവിടുത്തെ ദേവദാസൻ പറയുക, നിങ്ങൾക്ക് ഭാഷ കുറച്ചെങ്കിലും അറിയാമല്ലോ, വന്ന് വേല ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾ എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞങ്ങൾ ഈ ഒരു കാര്യത്തിനകത്ത് വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ വരണം, ചെയ്യണം. നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ട്. കേരളത്തിനകത്ത് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിമിതികൾക്കകത്ത് നമ്മൾ നിൽക്കുന്നതെന്ന് 12 വർഷത്തിന് ശേഷം ആന്ധ്രയിൽ ഞാൻ കാലുകുത്തുന്നേ. 2012 ഞാൻ അവിടെ ചെന്നു. 2013 അവിടെ ചെന്നു. എൻ്റെ ഒരു ഫ്രണ്ടിന് വിവാഹത്തിനാണ് അവിടെ ചെല്ലുന്നത്. അതിനുശേഷം പിന്നീട് എന്നെ ആരോ കെട്ടിവീഴ്ച വെച്ചതുപോലെ, ആരും എന്നെ ബന്ധിച്ചിട്ടില്ലായിരുന്നു, ആരും എന്നെ തടഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ എന്തോ നമ്മുടെ സാവകാശങ്ങൾ, നമ്മുടെ രീതികൾ എന്ത് ചെയ്തു, നമ്മൾ ഒതുക്കി കളഞ്ഞതുപോലെ. ഈ 12 വർഷത്തിന് ശേഷം അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി കർത്താവ് ഇത്രയും കാലഘട്ടം അപ്പൊ ഞാൻ എവിടെ ആയിരുന്നു, ഇത്രയും കാലഘട്ടം എവിടെയായിരുന്നു എന്നൊരു ബോധ്യം കർത്താവ് എനിക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ഞാൻ അറിയാത്ത ഒരുപാട് യാത്രകൾ അതിനകത്ത് ചെയ്യാനായിട്ട് നേരത്തെ ഐഡിയ ചെയ്തു വെച്ച യാത്രകളെക്കാൾ ഏറ്റവും മികച്ചതായിരുന്നു ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ പരസ്പരം പറഞ്ഞു, നമ്മളിപ്പോ അറിയത്തില്ലാത്ത യാത്രകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പെട്ടെന്ന് പരിശുദ്ധമ തരിക, കുരുടന്മാരെ അവരറിയാത്ത പാതകളിൽ ദൈവം നടത്തി. അപ്പോഴത്തേക്കും അറിയാത്ത പാതകൾ ദൈവം അവരെ നടത്തുന്നു. എന്നിട്ട് പറയുകയാണ് അവരുടെ മുൻപിലുള്ള തടസ്സങ്ങളെ എല്ലാം കർത്താവ് മാറ്റുകയാണ്. അപ്പൊ ഞാൻ പറയുകയാണ്, ചിലപ്പോൾ ഈ അടുത്ത നിമിഷം എന്താ സംഭവിക്കുന്നത് എന്ന് അറിയത്തില്ലാത്ത ഒരു അജ്ഞത നമ്മൾ കിടക്കുന്നതിന്റെ കാരണം അതൊരു കുരുടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച എന്താ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല, അടുത്ത മാസം എന്താ സംഭവിക്കുക, ഇല്ലെങ്കിൽ വേണ്ട അടുത്ത സെക്കൻഡ് എന്താ നടക്കുന്നത് നമുക്കറിയത്തില്ല. അതൊരു അജ്ഞതയാണ്, അതൊരു കുരുട് ആയിരിക്കുന്ന ഒരു അനുഭവമാണ്. കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ലാത്ത ചില സിറ്റുവേഷനകത്തൂടെ ഞങ്ങൾ പോകേണ്ടി വന്നു. ഇങ്ങനെ എന്താ നടക്കുന്നത്, ഞങ്ങൾ എന്താ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിനകത്തൂടെ പെട്ടെന്ന് കയറി വരുന്നേണ്ട കാര്യം എന്താ ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ചിന്തിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, കുരുടന്റെ പ്രത്യേകത വാക്യം ദൈവാത്മാവിനോട് ഇടപെട്ടു. കുരുടനെ ദൈവം അവരെ അറിയാത്ത പാതകളിൽ നടത്തി, അവരറിയാത്ത പാതകളിൽ ദൈവം നടത്തുക. അപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, പൂർണ്ണമായും നീ ട്രസ്റ്റ് ആകാനാണ് കുരുടാക്കിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ കുരുടനാണെങ്കിൽ എന്നെ ഇപ്പം വീനാന്റി വഴി കാണിക്കുകയാണെങ്കിൽ ഞാൻ വീനാന്റിന്റെ പൂർണ്ണമായി വിശ്വസിക്കുക. കാരണം ഞാൻ കുരുടാണ്, എനിക്ക് ഒന്നും കാണത്തില്ല. വീനാന്റി പറഞ്ഞു തരുന്നതാണ് ഞാൻ വിശ്വസിക്കത്തുള്ളൂ. കാരണം വീനാന്റി പറയാം നമുക്ക് അങ്ങോട്ട് പോകാം, ഇത് നല്ല റോഡാണ്, നമുക്ക് ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞു ഞാനത് അനുസരിക്കുക. ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് ഞാനത് അനുസരിക്കുക. ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞു ഞാനത് അനുസരിക്കുക. കാരണം അത്രയ്ക്കും ട്രസ്റ്റഡ് ആണ് ഞാൻ. ഹല്ലേലൂയ. അങ്ങനെ ദൈവമായിട്ട് ട്രസ്റ്റഡ് ആകാനാണ് ചില ഏരിയ ദൈവം ഉടയ്ക്കുന്നതെന്ന് കർത്താവിനോട് പറഞ്ഞു. ഞാൻ അറിയാത്ത ചില കാര്യങ്ങൾ പെട്ടെന്ന് രോഗം കയറി വരിക, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിക്കുക, പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിന് ആകമാനം ഒരു മാറ്റം സംഭവിക്കുക, ഒരു തകർച്ച സംഭവിക്കുക, ഒരു ഇടിവ് വരിക. ഇതൊക്കെ വരുമ്പോൾ പെട്ടെന്ന്
വരുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ കർത്താവ് പറയുന്നു, അങ്ങനെ ഞാൻ ഉടയ്ക്കുന്നതിന് കാരണം നീ അറിയാത്തൊരു പാത എനിക്ക് നിന്നെ കാണിച്ചു തരണം. പ്രൈസ് ദി ലോർഡ്. നീ അറിയാത്ത പാതയ്ക്കകത്താണ് ഇനി നീ നടക്കാൻ വേണ്ടി പോകുന്നത്. നീ അറിയാത്ത യാത്രകളാണ് ഇനി നീ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നീ ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷകളാണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതാണ് ചിലത് ഉടയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എനിക്ക് കർത്താവ് ഭയങ്കര ബോധ്യം തന്നു, ഉടയപ്പെട്ടാലും കുഴപ്പമില്ല, പൂർണ്ണമായി എനിക്ക് ട്രസ്റ്റഡ് ആകണം ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ആത്മമണ്ഡലത്തെ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ ചിലതൊക്കെ ആകസ്മികമായി നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ള അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. ചിലതൊക്കെ ഹല്ലേലൂയ ചിന്തിക്കാത്ത ചില വിഷയങ്ങൾ പെട്ടെന്ന് കയറി വന്നിട്ട് എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് ഹല്ലേലൂയ വളരെ വിഷമത്തോടെ ഭാരത്തോടെ ഹല്ലേലൂയ ചിന്തിക്കുന്നവർ ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയാം. അവരോട് പരിശുദ്ധമ പറയാ, നിങ്ങൾ അറിയാത്ത വഴികൾക്കകത്തൂടെ നടത്താനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജോഷി, ഹല്ലേലൂയ. ശൈല ജോഷി അല്ലെ, ശൈല ജോഷി. ദൈവാത്മ പറയുന്നു, ചിലതൊക്കെ ആകസ്മികമായി സംസാരിക്കുന്നത് സംഭവിക്കുന്നത് ദൈവത്തിന് അറിയത്തില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ ദൈവം പറയാം, നിന്നെ എനിക്കൊരു പുതിയ പാത കാണിച്ചു തരണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ എനിക്ക് പുതിയത് ഓപ്പൺ ചെയ്യാൻ പദ്ധതിയുണ്ട്. അതുകൊണ്ടാ നീ അറിയാത്ത ചിലത് പെട്ടെന്ന് സംഭവിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു ആൻറ്റി, അസാധാരണമായ അവനൊരു ദൈവം നിങ്ങളുടെ മുൻപിൽ ഓപ്പൺ ചെയ്യുകയാണ്. നീ അറിയാത്ത വഴിയെ ഇനി നീ കാണാൻ വേണ്ടി പോകുന്നേ. നീ അറിയാത്ത വഴികൾക്കകത്തൂടിയാ ദൈവം ഇനി മുതൽ നിന്നെ നടത്താൻ വേണ്ടി പോകുക. നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തിനകത്ത് അങ്ങനെ ഒരു മാറ്റം വരിച്ചു നമ്മൾ കൈമാറുകയാ. ആത്മാവിൽ പ്രാർത്ഥിക്കുക. അസാധാരണ യോഗത്തിന്റെ ചലനങ്ങൾ പരിശുദ്ധ ജീവിതത്തിനകത്ത് ചെയ്യാൻ വേണ്ടി പോകുക. ഞാൻ കുരുടന്മാരെ അവരറിയാത്ത പാതയിൽ കണ്ണ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന പാതയിലൂടെ സഞ്ചരിക്കത്തോളെന്ന്. നിനക്ക് കാഴ്ചയുണ്ടെങ്കിൽ നീ അറിയുന്ന നിനക്ക് ഇഷ്ടപ്പെട്ട നീ കാണുന്ന പാതയ്ക്കകത്തൂടെ സഞ്ചരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അത് പുറമെയുള്ള കാഴ്ച ഉള്ളത് കൊണ്ടാ. പക്ഷെ ദൈവം പറയുകയാണ്, അതിനെ ഞാൻ അടയ്ക്കുന്നതിന്റെ കാര്യം നീ അറിയാത്തതും എന്നാൽ എനിക്കറിയാവുന്നതുമായിട്ടുള്ള വഴികൾക്കകത്തൂടെ നിനക്കൊരു യാത്രയുണ്ട്, ശുശ്രൂഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനകത്തേക്ക് ദൈവം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുക. ശൈലന്റി പ്രാർത്ഥിച്ചോ, ദൈവം അസാധാരണമായ മേഖലകൾ ദൈവം ഓപ്പൺ ചെയ്യുക കേട്ടോ. ആകസ്മികമായി ചിലതൊക്കെ വന്നു ചേർന്നത് ഭയപ്പെടാനല്ല, ഭയപ്പെടുത്താനല്ല, ഭാരപ്പെടാനല്ല. ദൈവം പറയുന്നു ചിലതിനെ കുറിച്ചുള്ളൊരു തിരിച്ചറിവിലേക്ക് ദൈവം നടത്താൻ വേണ്ടി പോകുകയാണ്. റൈറ്റ് റബ ഹൽഗദ രഗസ്മന ദൂരവ ശമന റമന ആകസ്മികമായി വരുന്ന രോഗമായിക്കൊള്ളട്ടെ, അതിന്റെ പിന്നിൽ ഒരു ദൈവ ശബ്ദമുണ്ടെന്ന്, അതിന്റെ പിന്നിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു തലമുണ്ടെന്ന്, അത് ദൈവം ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ഈ ദിവസങ്ങളിൽ അങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി പോകുകയാ. ഇങ്ങനെ പറയുന്നത് സ്തോത്രം എന്താ? ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഏത് മനുഷ്യനും ഇതിനകത്ത് പ്രകാശിക്കും. ഏത് ഹല്ലേലൂയ ഒന്നും അറിയത്തില്ലാത്തവരും ഇതിനകത്ത് പ്രകാശിക്കാനിടയായി തീരും. ഏത് മനുഷ്യനും ഇതിനകത്ത് അസാധാരണമായ തലങ്ങളെ ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗത്രോസിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, ഇവർ സാധാരണ ജനവും ഹല്ലേലൂയ പഠിപ്പില്ലാത്തവരുമാണ്. പക്ഷെ ഇവരുടെ ധൈര്യം അസാധാരണമാണ്. ഒന്ന് ഓർത്തു നോക്കിക്കേ, സാധാരണ മനുഷ്യരാണ്, പഠിപ്പില്ലാത്തവരാണ്, ഒന്ന് സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തവരാ. ഹല്ലേലൂയ. ആരെയും അങ്ങനെ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലാത്ത ആളുകളെ അസാധാരണമായി ആത്മതലത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവം അവരെ ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെറിയാൻ ദേവദാസനോട് കർത്താവ് പറയാ കേട്ടോ, ചിലരെ ദൈവം ഹല്ലേലൂയ യോജിപ്പിച്ച് നിർത്താൻ വേണ്ടി പോകുക. ചിലരെ ദൈവം കരത്തി തരും കേട്ടോ. അർദ്ധരം ദൂരവ ലഗസിയ റൈറ്റസ് മേനിയാർദ്ധനാരക ചിലരെ ശിഷ്യന്മാര് പോലെ ചിലര് കൂടെ നടക്കുന്ന ഒരു ആത്മമണ്ഡലത്തെ കർത്താവിനെ കാണിച്ചു തരികയാ. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസ് നടന്നു പോകുമ്പോൾ നിഴലെങ്കിലും തട്ടേണ്ടതിന് രോഗികളെ വഴിയരികൾ കിടത്തുമാറുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മതലത്തിൽ വന്ന ചേഞ്ചസ് ആണ് അതിന് കാരണമായി മാറിയത്. ദൈവാത്മ പറയുന്നു, ആത്മതലത്തിൽ ഒരു ചേഞ്ചസ് ഈ ദിവസങ്ങളിൽ ദൈവം കൈമാറാനായിട്ട് ആഗ്രഹിക്കുക. അവിടെയാ ചില അവകാശങ്ങൾ നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ. വേഗത്തിൽ ഒരു വചനത്തിലേക്ക് വരാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 1-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ. ഹല്ലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുക, നമ്മെ ഇരുട്ടിന്റെ വികാരത്തിൽ നിന്ന് വിടിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. യെസ്, ആമേൻ. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഇവിടെ ഇങ്ങനെയാണ് വായിച്ചത്. ആമേൻ. ഹല്ലേലൂയ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധന്മാരുടെ അവകാശം എവിടെ ഇരിക്കുന്നത്? ആമേൻ. ഹല്ലേലൂയ. വെളിച്ചത്തിനകത്ത് അവകാശം ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു ആത്മതലത്തിലേക്ക് കയറുമ്പോൾ അവിടെയുള്ള അവകാശം നമുക്ക് സ്വീകരിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് ആ വെളിച്ചത്തിനകത്തേക്ക് കയറിയപ്പോൾ അതിനകത്തുള്ള സകല അവകാശം, സമാധാനം, സന്തോഷം, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആത്മീയ വർധനവ്, ഇതെല്ലാം അവകാശമാ. സമാധാനം നമ്മുടെ അവകാശമാണെന്ന്. ഹല്ലേലൂയ. ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ മേഖലകൾക്കകത്ത് സ്വസ്ഥതയില്ലാതെ അസമാധാനത്തിന്റെ അനുഭവത്തിനകത്തേക്ക് പോകുന്നവരോട് ദൈവം പറയുക, വെളിച്ചത്തിനകത്ത് നിന്റെ അവകാശം കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. സമാധാനം എന്ന അവകാശം, സന്തോഷം എന്ന അവകാശം, സംതൃപ്തി എന്ന് പറയുന്ന അവകാശം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാം വെളിച്ചത്തിന്റെ അവകാശമാണ്. ഇങ്ങനെ പറയുന്ന വെളിച്ചത്തിനുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അവകാശത്തിനായിട്ട് ദൈവം നമ്മളെ പ്രാപ്തരാക്കിയിരിക്കുകയാണ്. ആമേൻ. പ്രാപ്തരായ ആളുകൾക്ക് ആ അവകാശം ചെന്ന് സ്വീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ ആമേൻ ഈ വചനം, ആമേൻ, ഹല്ലേലൂയ, കാലേബ്, യോശുവ, ആമേൻ, ഇവർ, ആമേൻ, ഹല്ലേലൂയ, ദേശത്ത് വായിക്കുന്ന സമയത്ത് ആമേൻ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അവകാശമായി ആമേൻ തന്നിരിക്കുന്ന ദേശത്തെ നിങ്ങൾ കൈവശമാക്കാൻ ആമേൻ പോകേണ്ടതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും. ഹല്ലേലൂയ. അവകാശമായി ഞാൻ തന്ന ദേശത്തെ കൈവശമാകാൻ പോകേണ്ടതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും. ഈ ഒരു വചനം പെട്ടെന്ന് ഒരു ദൈവദാസന് ഇത് പറഞ്ഞപ്പോഴാണ് ആമേൻ ഈ വചനത്തിന്റെ ആ ഒരു ഗൗരവത്തിലേക്ക് എനിക്ക് കടക്കാനായിട്ട് ഇടയായി തീർന്നത്. ഇങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് അവകാശമായിട്ടുള്ള ദേശമാണ്. ഓൾറെഡി ഇപ്പൊ നമ്മുടെ സ്വത്ത് ആമേൻ ഇന്ന ആ ഭാഗം ഇന്ന ആൾക്കാണ്, ഇന്ന ഭാഗം ഇളയ ആൾക്കാണ്, ഇന്ന ഭാഗം ഇന്ന ആൾക്കാണെന്ന് പറഞ്ഞ് നമ്മുടെ സ്വത്ത് ഭാഗം ചെയ്യാറുണ്ട്. ആമേൻ അതിനകത്ത് അവകാശമാണ് ഓൾറെഡി. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ അത് നമ്മുടെ പേരിൽ കൈവശമാക്കണം. അവകാശമാണെന്ന് പറഞ്ഞിരുന്നാലും ഒരിക്കലും ശുശ്രൂഷ നടക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. വിടുതൽ നമ്മുടെ അവകാശമാണ്. ഹീലിംഗ് നമ്മുടെ അവകാശമാണ്. ആമേൻ. ഹല്ലേലൂയ. ശുശ്രൂഷകൾ നമ്മുടെ അവകാശം, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, നമ്മുടെ അവകാശമാണെന്ന് നമുക്കറിയാം. പക്ഷെ കൈവശമാക്കിയിട്ടില്ല ഇന്നും. ആമേൻ. അത് അങ്ങനെ തന്നെ അവകാശം പറഞ്ഞ് കിടപ്പുണ്ട്. ഇത് ഇന്നരുടെ ആണെന്ന് പറയാറുണ്ട്. പക്ഷെ ഇന്ന് വരെ അത് സ്വന്തമായി രേഖ എഴുതി ആക്കിയിട്ടില്ല. അതുകൊണ്ട് കാലേബിനോട് കർത്താവ് പറയാണ്, ആമേൻ, നിങ്ങൾ ആമേൻ അവകാശമായിരിക്കുന്ന നിങ്ങളുടെ ദേശം, ആമേൻ, ഞാൻ അവകാശമായി തന്ന ദേശത്തെ കൈവശമാക്കാൻ പോകേണ്ടതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കൈവശമാക്കാൻ നമുക്കൊരു മടിയുണ്ട്. ഹല്ലേലൂയ. അവകാശമാണല്ലോ, അതെന്റെ ആണല്ലോ, ആരും എടുത്തോണ്ട് പോകത്തില്ലല്ലോ, അതെനിക്കുള്ളതാണല്ലോ. ആമേൻ. ഇത് നമുക്കറിയാം. പക്ഷെ കൈവശമാക്കുന്നില്ല. കൈവശമാക്കണമെങ്കിൽ അതിന് ചില റിസ്ക് ഉണ്ട്. ഹല്ലേലൂയ. അതിന് ചില ആമേൻ ഹല്ലേലൂയ കാര്യം നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. കൈവശമാക്കണമെങ്കിൽ അത് പോകണം, എഴുതണം, പൈസ മുടക്കണം, ആമേൻ, അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. എന്നാലേ അത് കൈവശമായി എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അവകാശം എന്ന് പറഞ്ഞിരിക്കത്തേ ഉള്ളൂ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാ. നമ്മുടെ അവകാശമാണ് നമ്മളത് ഭയങ്കരമായിട്ട് പ്രഖ്യാപിക്കാറുണ്ട്. പക്ഷെ കൈവശമായി നമ്മുടെ കരത്തിൽ എഴുതി എടുക്കുന്ന ഒരു ആത്മതലത്തെ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ ഓപ്പൺ ചെയ്യുകയാണ്. എത്ര പേർക്ക് ആമേ ഫേബ ജോൺ പ്രാർത്ഥിച്ചോട്ടെ, ഒരു അവകാശം കൈവശമാക്കും. അവകാശമാണ് ഓൾറെഡി. ഒരുപാട് കാലം തൊട്ട് കേൾക്കുന്ന ദൂരം, ഒരുപാട് സമയം തൊട്ട് അവൻ ഈ ദൂത് കേൾക്കുന്നുണ്ട്. പക്ഷെ കൈവശമാക്കാൻ അവൻ ദൈവാത്മാവ് ചില മേഖലകളെ ദൈവം തുറക്കുക, കൈവശമാക്കി എടുക്കുന്ന ഒരു അന്തരീക്ഷം പരിശുദ്ധമ തുറന്നിടുകയാണ്. എത്ര പേർക്ക് അവകാശങ്ങളെ കൈവശമാക്കണമെന്നുണ്ട്? വെളിച്ചത്തിനകത്തുള്ള അവകാശങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, അവകാശങ്ങളെ കൈവശമാക്കാൻ ഞാൻ നിങ്ങളെ പ്രാപ്തരാക്കിയിരിക്കുകയാണ്. സ്തോത്രം. നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, ഹല്ലേലൂയ, നമ്മുടെ ഇരുട്ടിനൊരു അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇരുട്ട് നമ്മളെ റൂൾ ചെയ്യാൻ പറ്റും. ഇരുളും നമ്മളെ റൂൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവാത്മാ പറയും, ഇരുളിന് റൂൾ ചെയ്യുന്ന അനുഭവം ഉണ്ടല്ലോ, രോഗം, ആമേൻ, അതൊരു ഇരുളാണ്. കടബാധ്യത അതൊരു ഇരുളാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എന്താ? കലഹങ്ങൾ, അസ്വസ്ഥതകൾ, നിരാശ, ഭയം, ആമേൻ, ഭീരത്വം, സകലത ഒരു ഇരുളാണ്. ആമേൻ. ഈ ഇരുട്ടിന്റെ അധികാരത്തിനകത്തുനിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ച് ആമേൻ വെളിച്ചത്തിന്റെ അവകാശത്തിനകത്തേക്ക് നമ്മൾ
നമ്മളെ ദൈവം എൻട്രി ചെയ്യിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ചില അവകാശങ്ങൾ ദൈവം നമുക്ക് കൈമാറാൻ വേണ്ടി പോകുകയാണ്. വെളിച്ചത്തിനകത്തുള്ള ചില അവകാശങ്ങൾ, വെളിച്ചത്തിനകത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. ചില ശുശ്രൂഷകൾക്കകത്ത്, ചില ശുശ്രൂഷകന്മാർക്ക് വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ കർത്താവ് തരാൻ വേണ്ടി പോകുകയാണ്. അത് ദൈവാത്മാവ് എനിക്ക് കോമൺ ആയിട്ട് ദൈവാത്മാവ് എനിക്ക് തന്നൊരു ദൂത ഞാൻ ഇവിടെ കൈമാറുന്നത്. ശുശ്രൂഷകന്മാർക്ക് ഇന്നലെ വരെ ചെയ്തതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ചുവടും കൂടി എടുത്തു വെക്കുന്ന ഒരു തലത്ത് ദൈവം ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുകയാ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഇന്നിപ്പോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, അടുത്തൊരു കാലഘട്ടത്തിൽ പ്രാർത്ഥനയല്ല അതിനപ്പുറത്തേക്ക് ഒന്ന് കയറി വരാൻ തക്ക വിധത്തിൽ ദൈവാത്മാവ് ചിലരുടെ മേൽ അഭിഷേകത്തെ കൈമാറുകയാണ്. അല്ലെങ്കിൽ വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയാണ്. ഈ അവകാശത്തിനായിട്ട് ദൈവം നമ്മെ എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ്. അജിത്ത് ബ്രദറെ ശക്തമായി പ്രാർത്ഥിച്ചോ. കർത്താവ് പറയുന്നു ചില അവകാശങ്ങളെ നേടിയെടുക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ. ചിലരൊക്കെ മൂടിയിരിക്കുന്നത് പോലെയുള്ള അനുഭവങ്ങൾ, അർത്ഥം ദാരം ധരം ജനം മനം ദുരാരകതുരികരകസിയാർത്ഥന ഒന്നിനെ തുറന്നെടുക്കാൻ കഴിയാത്തതുപോലെ ഉണ്ടെന്നറിയാം, അവകാശമാണെന്നറിയാം, അത് എനിക്കുള്ളതാണെന്നറിയാം, പക്ഷേ അത് തുറന്നെടുക്കാൻ കഴിയാത്തവനെ പോലെ അർത്ഥം ദാരം ധരം ജനം ധരാരകതുരികരകസിയാർത്ഥന ഭാരപ്പെടുന്ന അനുഭവത്തിന്റെ നടുവിൽ ദൈവം പറയാ, ദൈവം ചിലത് തുറന്നു തരികയോ ചില അവകാശങ്ങളെ കൈവശമാക്കാൻ ദൈവം ചില ഏരിയകളെ തുറന്നിടുകയാണ്. ശക്തമായി പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ജീവിതത്തിൽ മുന്നോട്ടുള്ള ചുവടെടുത്തു വയ്പ ഒരു അവകാശത്തെ കൈവശമാക്കേണ്ടതിനാണ് ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് കർത്താവിനോട് പറയാൻ പറയുകയല്ല. പ്രാർത്ഥന ദൂരപാലകസിയ അവകാശങ്ങൾ കർത്താവ് കൈതത്തിൽ തരും. അർത്ഥരം ദൂരപാലകസിയ. ഇപ്പൊ എന്താ ചെയ്യുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ ദൈവാത്മാ പറയാ ഇന്ന് വരെ മൂടപ്പെട്ട് കിടന്നതും തടയപ്പെട്ട് കിടന്നതുമായ കാര്യങ്ങളെ ദൈവം ഓപ്പൺ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കർത്താവ് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുക. ഇന്നലെ വരെ തടഞ്ഞത്, മൂടപ്പെട്ട് കിടന്നത് ദൈവം തുറന്നിടുക. ആ തലത്തിലേക്കൊന്ന് പ്രവേശിക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്തിരിക്കുകയാണ്. വെളിച്ചത്തിനകത്തുള്ള അവകാശങ്ങളെ പ്രാപിപ്പാൻ നമ്മളെ ദൈവം പ്രാപ്തരാക്കി. പ്രാപ്തരാണ് ഓൾറെഡി. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ അതിനകത്തേക്ക് കടന്നു വരിക. റബാശകനാരകതിരിയാർദ്ധന 1 പത്രോസ് ഹല്ലേലൂയ 2-ാം അധ്യായത്തിനകത്ത് പറയുന്നുണ്ട്, നിങ്ങളോ അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക്. നമ്മളെ വിളിച്ച പ്രകാശം അത്ഭുതത്തിന്റെ പ്രകാശമാ. സാധാരണമായ ഒരു മേഖലയല്ല. നമുക്കറിയാം, ഇരുട്ട് വന്നു കഴിയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇരുട്ട് നമ്മുടെ സ്പീഡിനെ കുറയ്ക്കുന്നതാണ്. ഹല്ലേലൂയ. വേഗത്തിൽ നമ്മൾ എന്തെങ്കിലും വീട്ടിനകത്താണെങ്കിലും വെളിച്ചത്തിനകത്ത് നമ്മൾ ഓടി നടന്ന് ചെയ്തുകൊണ്ടിരുന്ന കാര്യം പെട്ടെന്ന് സഡൻലി ആ കറണ്ട് അങ്ങ് പോയാൽ നമുക്ക് പെട്ടെന്ന് അവിടെ തന്നെ സ്റ്റോപ്പായി പോകും. നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. കാരണം എന്താണെന്നറിയാമോ? ഇരുട്ട് നമ്മുടെ സ്പീഡിനെ കുറയ്ക്കുന്ന, രോഗമാകുന്ന ഇരുട്ട്, ഭയമാകുന്ന ഇരുട്ട്, സംശയങ്ങളാകുന്ന ഇരുട്ടുകൾ, ആശങ്കകൾ, ഇതെല്ലാം ഇരുട്ടിന്റെ മേഖലയാണ്. ദൈവാത്മാവ് ഇതെല്ലാം ചിലരുടെ മൈൻഡിനകത്തുനിന്ന് മാറ്റുക കേട്ടോ. അല്ലെങ്കിൽ ചില സംശയങ്ങളെ ദൈവാത്മാവ് എടുത്തു മാറ്റുക. മിനി മാത്യു ശക്തമായി പ്രാർത്ഥിച്ചോ. കർത്താവ് പറയുന്നു ചില സംശയങ്ങൾ പോലെ അർദ്ധനാസിയാർദ്ധന ധീരകസി അവകാശങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ടെങ്കിലും കടന്നു വരുവാൻ കഴിയാതെ ഹല്ലേലൂയ ചിലതിനെ കുറിച്ച് ഹല്ലേലൂയ എന്താ ആകുലതകൾ വരുത്തി അർത്ഥം ദാരം ധരം ശനം ധരാലകതുരികരകസിയാർദ്ധന ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളെ ദൈവാത്മാവ് ഇന്ന് പകല് പൊളിച്ചു മാറ്റുക. റഥ റഗസിയാർദ്ധന അതരജനകസിയാർദ്ധന അതുരാലപശാന്തന ശക്തമായി പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള ചില മേഖലകൾ ദൈവാത്മാവ് ക്ലാരിറ്റി വരുത്തി ദൈവത്തിന്റെ പ്രവത്തിലേക്ക് കർത്ത കൊണ്ടുവരിക. ഗ്രേസി എബ്രഹാം എന്ന് പറയുന്ന ഫാമിലിയോട് ദൈവാത്മാവ് അത് തന്നെ സംസാരിക്കാൻ പറയുകയാ. അർഘദാരകസിയാർദ്ധന ആകുലതകൾ വേണ്ട കേട്ടോ, സംശയങ്ങൾ വേണ്ട. ദൈവം ചിലത് ക്ലാരിറ്റി വരുത്തി മുൻപിൽ കൊണ്ടുവരുമെന്ന് കർത്താവിനോട് പറയാൻ പറയുകയാ. ചിലതിന് വലിയ വ്യക്തതയെ കർത്താവ് കൈമാറും. അർത്ഥം ദാരം ധരം ജനാധികാരക ചില വ്യക്തതകൾ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ വേണ്ടി പോകുക. തലമുറകൾക്കകത്ത് വെളിപ്പെടാൻ വേണ്ടി പോകുകയാ. ചില വ്യക്തതകൾ ദൈവാത്മാ ബോധ്യപ്പെടുത്തും. അർത്ഥം ദാരം ധരം ജന ഇങ്ങനെ പറയുന്ന അന്ധകാരത്തിനകത്ത് നിന്ന് അത്ഭുത പ്രകാശം, അതിനകത്ത് ചിലത് നടക്കും. ഹല്ലേലൂയ. അത്ഭുതത്തിനകത്ത് ചിലത് മൂവ് ആകും. അത്ഭുതത്തിന്റെ
സൂര്യന്റെ പ്രകാശത്തിനകത്തേക്ക് ദൈവം നമ്മൾ ഷിഫ്റ്റ് ചെയ്തിരിക്കുക. ഇനി ചിലത് മൂവാകണം. ഹല്ലേലൂയ. ഇനി ചിലത് നടക്കണം. ഹല്ലേലൂയ. ഇനി ചിലത് നമ്മളിൽ നിന്ന് തന്നെ റിലീസ് ചെയ്യപ്പെടണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു തലത്തിലേക്ക് ഷിഫ്റ്റ് ആകുന്ന ആത്മതലത്തെ ദൈവാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ഓപ്പൺ ചെയ്യുമ്പോ അതിനകത്തേക്ക് ഒന്ന് കയറി വരാൻ ഒത്തിരി പേർക്ക് മനസ്സുണ്ട്. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. റൈറ്റസ് മേനിയർത്തന ദൂരബാലകസിയ റഗാനിയർത്തന ദൂരബാലകസിയ റൈറ്റസ് മേനിയർത്തനാദിയ. ആമേൻ. പൗലോസിന് ഭയങ്കര തന്റേടം ഉണ്ടായത് എന്താണെന്നറിയാമോ? ആമേൻ. അസാധാരണമായി വെളിച്ചത്തിനകത്തേക്ക് പൗലോസ് കയറി വന്നപ്പോഴാ സൂര്യന് വെല്ലുന്ന ഒരു പ്രകാശം. അവൻ ഇന്നലെ വരെ കണ്ടതല്ല അവൻ ഇന്ന് താൻ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നലെ വരെ കേട്ടതല്ല ഇനി അവൻ തന്റെ ഹല്ലേലൂയ അഭിഷേകത്തെ കേൾക്കാൻ വേണ്ടി പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് രാജാവിനോടാ പറയുന്നത്, രാജാവേ ആമേൻ ഹല്ലേലൂയ ആമേൻ. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ ഹല്ലേലൂയ 26-19 വാക്യത്തിൽ പറയുക, അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം യഹൂദിയിലും ഹല്ലേലൂയ ആദ്യം ദമസ്കോസിലും പിന്നെ ആമേൻ ഹല്ലേലൂയ ശമരിയിലും പിന്നെ യഹൂദിയിലും പിന്നെ ജാതികളുടെ ഇടയിലും ഹല്ലേലൂയ ആമേൻ നിൽക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പൊ ഇത് രാജാക്കന്മാരോട് നമുക്കൊരു ദൂത് പറയണമെങ്കിലും അസാധാരണമായ ആത്മതലത്തിലേക്ക് കയറാതെ നമ്മുടെ ദൂതകൾക്കകത്ത് പോലും ഹല്ലേലൂയ ഒരാളോട് പറയാനുള്ള തന്റെ ഇടം പോലും നമുക്ക് ലഭിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവാത്മാവ് ഇന്ന് പറയുകയാണ്, ആ ഒരു തന്റെ ഇടത്തെ ഇല്ലെങ്കിൽ ആ ഒരു ആമേൻ ഹല്ലേലൂയ സാഹചര്യത്തെ ആമേൻ ദൈവം നമുക്ക് ഒരുക്കി തരികയാണ്. ബീനാച്ചി ആമേൻ ചിലതിനോട് പ്രതികരിക്കാൻ ദൈവാത്മാവ് ആമേൻ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ ഇന്നലെ വരെ മൗനം പ്രതികരണമായിട്ട് നിന്നു. പക്ഷെ ദൈവാത്മാവ് പറയുന്നത് ആമേൻ ചിലതൊക്കെ ശക്തമായി ആമേൻ അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ എന്ന് പറയുന്ന നിലകളിൽ ആമേൻ ഹല്ലേലൂയ. പിന്നീട് രാജാവിന് ഇങ്ങോട്ട് പറയാനൊന്നുമില്ല. കാരണം അങ്ങോട്ട് തന്റെ എക്സ്പീരിയൻസ് പറയുക. പ്രൈസ് ദി ലോർഡ്. ഒന്നും പിന്നെ പറയാനില്ല, തടുക്കാൻ പറ്റത്തില്ലെന്ന്. ആമേൻ ചില റൂൾസുകൾക്ക് തടുക്കാൻ കഴിയത്തില്ല. ആമേൻ അങ്ങനെ ലെവലിലേക്ക് ദൈവാത്മാവ് നമ്മളെ മാറ്റുകയാണ്. ചില റൂൾസ് ചില റൂൾസുകളെ ദൈവാത്മാവ് എടുത്തു മാറ്റും. ബേഥേൽ, മാത്യു ആമേൻ ഹല്ലേലൂയ. ദൈവാത്മാവ് ദൈവദാസനോട് പറയുന്നു, ചില റൂൾസിനെ ദൈവം എടുത്തു മാറ്റും. ഹല്ലേലൂയ. ഈ റൂൾസിനകത്ത് നമുക്കൊരു പരിധിയാ നിൽക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. രാജാവിന്റെ ഒരു റൂൾസ് ഉണ്ട്, അധികാരമുണ്ട്. ആമേൻ ഹല്ലേലൂയ. അതിനകത്ത് ചിലരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ അഭിഷേക്തന്മാരെ ഒരിക്കലും റൂൾസിനകത്ത് ഇടാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അഭിഷേക്തന്മാരെ ഒരിക്കലും റൂൾസിനകത്തിട്ട് ഒതുക്കാൻ ദൈവം അനുവദിക്കത്തില്ല. മോശയെ റൂൾസിനകത്ത് ഇടാൻ ദൈവം അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിനെ റൂൾസിനകത്ത് ഇടാൻ ദൈവം അനുവദിച്ചില്ല. പത്രോസിനെ റൂൾസിനകത്ത് ഇടാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. അവൻ ഏലിയാവിനെ എലീശയെ അവൻ റൂൾസിനകത്ത് ഇടാൻ ദൈവം അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ദൈവാത്മാവ് ഇന്ന് പകലിലും വലിയതായി ദൈവാത്മാവ് പറയാ, റൂൾസിനകത്ത് ചിലരെ ഒതുക്കി കളഞ്ഞത് ഹല്ലേലൂയ മാനുഷികമായതായിരിക്കാം. ആമേൻ ഹല്ലേലൂയ സ്പിരിച്വലി ആയിരിക്കാം. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ഏത് ഏരിയകൾക്ക് അകത്തൂടെ ആണെങ്കിലും ഒരു റൂൾസ് ആമേൻ നമ്മുടെ മേലുണ്ട്. അതിനെ ദൈവം പൊളിച്ചു മാറ്റുകയാണ്. റൂൾസിനെ മാറ്റി ഒരു പരിമിതിയെ മാറ്റി അസാധാരണമായ ആത്മതലത്തിലേക്ക് ദൈവത്തിന് നമ്മളെ കൊണ്ടുവരാൻ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ സ്വർഗീയ ദർശനത്തിന് ആമേൻ ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ദമസ്കോസിൽ നിൽക്കാൻ പറ്റി, അതുകൊണ്ട് എനിക്ക് ശമരിയിൽ നിൽക്കാൻ പറ്റി, അതുകൊണ്ട് എനിക്ക് യഹൂദയിൽ നിൽക്കാൻ പറ്റി. ഇവിടെ ഒന്നും ആമേൻ എനിക്ക് സ്വീകരിച്ച് കസാര ഇട്ട് തന്നിട്ട് ഞാൻ നിന്നതല്ല. ദമസ്കോസിൽ ആമേൻ എനിക്ക് കസാര ഇട്ട് തരാൻ ആരുമില്ല. അല്ലൊരു കാരണം ദർശനം കണ്ട് അതുവരെ രാജാവിന്റെ ഇംഗിതത്തിന് ഓടിയാൻ എനിക്ക് അവിടെ കസാര കിട്ടത്തില്ല, നല്ല ഉറപ്പാ. ഹല്ലേലൂയ. ദമസ്കോസിൽ നിന്നു, പക്ഷേ ഹല്ലേലൂയ ഒരു സ്വീകരണം കിട്ടിയിട്ടല്ല അവിടെ നിന്നേ. ഹല്ലേലൂയ. രണ്ടാമത് പോയത് ശമരിയിലും ഇതൊരു വേറൊരു മെസ്സേജ്. പക്ഷെ ദൈവാത്മാവ് പറയാൻ പറയുന്നു, ഞാൻ പറയാം. രണ്ടാമത് പോയത് ശമരിക്കകത്തും ആമേൻ സാധ്യത ഒന്നുമില്ല. കാരണം അതുവരെ ആമേൻ ഇങ്ങനെയുള്ളവരെ തടവിലാക്കുകയും ആമേൻ കൊന്നുകളയുകയും ചെയ്ത പൗലോസ് നിർത്തുകയാ, ശമരിയിൽ നിർത്തുകയാ. റബാഷദാനിയ അർദ്ധനാദിര ജനക സിയാർത്ഥന ദുരാനപ്രായി അർദ്ധന ദൂരവശംധന ദിരാജനകസിയ ആമേൻ ശമരിയിൽ നിർത്തുകയാ. അതിനുശേഷം യഹൂദൻ ആമേൻ യഹൂദന്മാരുടെ ഇടയിൽ ഒരിക്കലും നിൽക്കലും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ അവിടെയും എന്ത് ചെയ്യാ, പൗലോസ് നിൽക്കുക. കാരണം എന്താണെന്നറിയാമോ? അസാധാരണമായ അസ്വാഭാവികമായ ആത്മമണ്ഡലത്തെ കണ്ടവനെ ഒരിക്കലും ഒരു മേഖലകൾക്കകത്തും ഒതുക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു തലത്തിലേക്ക് കയറാൻ ഇന്ന് പകലിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു?
പറയുന്നുണ്ട്. അസ്വാഭാവികമായ ആത്മതലം. സ്വാഭാവികമായി ഇതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ട്. അവിടെ യാത്രയുണ്ട്, അവിടെ ശുശ്രൂഷയുണ്ട്, അവിടെയും പ്രാർത്ഥനയുണ്ട്, അവൻ എല്ലാം ഉണ്ട്. പക്ഷെ അസ്വാഭാവികമായി ആത്മതലത്തിലേക്ക് കയറുമ്പോൾ ലിമിറ്റേഷൻ ഇല്ലാതെ നമുക്ക് ഓടാൻ കഴിയും, നമുക്ക് ചിലത് ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ അതിനുവേണ്ടി ഒന്ന് സമർപ്പിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശമരിയിൽ ഒതുക്കാൻ നോക്കി, ഹല്ലേലൂയ. ഡെമസ്കോസിൽ ഒതുക്കുന്ന സാഹചര്യം, ആമേൻ, ഹല്ലേലൂയ. എന്താണ്? ആമേൻ, സ്തോത്രം. ആമേൻ. ശമരിയിലും ഒതുക്കാൻ സാഹചര്യമുണ്ട്, യഹൂദിൽ ഒതുക്കാൻ സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും ഒതുങ്ങി പോകാത്ത ഒരു ആത്മതലത്തിലേക്ക് കയറിയ പൗലോസിനെ പോലെ ദിവസങ്ങളിൽ അവൻ ദൈവാത്മാവ് നമ്മളെ അവൻ അസാധാരണമായ ദൈവിക നിയോഗത്തിലേക്ക് കയറ്റുകയാണ്. ദൂരപാലകസിയ അമേ ജെസി ബിജു, അമേൻ, ഹല്ലേലൂയ. ശക്തമായി പ്രാർത്ഥിക്കുക. അമേ, ദൈവാത്മാവ് പറയുക കേട്ടോ, ഇന്നലെ വരെ നീ ഒരു പരിധിക്കകത്താണ് യാത്ര ചെയ്തത്. ഇന്നലെ വരെ നീ ഒരു പരിധിക്കകത്തുള്ള പ്രാർത്ഥന പരിധിക്കകത്തുള്ള ഒരു ആത്മമണ്ഡലത്തെയാ കണ്ടത്. പക്ഷെ ദൈവാത്മാവ് പറയുക കേട്ടോ, അത് ആ ഒരു മൂടുപടത്തെ ദൈവാത്മാവ് മാറ്റുകയാണ്. ആമേൻ. ഏതൊരു കാര്യം ചെയ്താലും ഒരു മൂടുപടം പോലെ വന്നു വീഴും. ആമേൻ. ഏതൊരു കാര്യം ചെയ്താലും ആമേൻ, ഹല്ലേലൂയ, മൂടുപടം പോലെ വന്നു വീഴും. അതിനകത്തുള്ളതാ ചെയ്യുന്നത്. പക്ഷെ ഒരു തൃപ്തി ആകത്തക്ക നിലകളിൽ ഒരു തൃപ്തിയിലേക്ക് വരാൻ കഴിയുന്നില്ല. പക്ഷെ ദൈവാത്മ പറയാ, ആമേൻ, ഈ ദിവസം മുതൽ പ്രാർത്ഥിക്കുക. ആമേൻ. അസ്വാഭാവികമായും ആത്മമണ്ഡലത്തിലേക്ക് പ്രവേശിച്ചാൽ ഭയങ്കര തൃപ്തിയായിട്ടുള്ള ഒരു മേഖലയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ഒരു സാഹചര്യത്തെ ദൈവം റിലീസ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തെ ദൈവാത്മ റിലീസ് ചെയ്യുകയാണ്. റബാഷകാനിയർത്തന മെറീന, ആമേ, മീര ഉല്ലാസ്, ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോ. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നിന്റെ ലൈഫിലും കർത്താവ് കൈമാറുകയാ. സമരി തോപ്പിച്ചു കളയാൻ നോക്കുന്ന സ്വാധീനതകൾ ഉണ്ട് കേട്ടോ. അമേ, റബാഷകാനിയർത്തന ദൂരപാലകസിയ, അമേ, നിന്നെ ഡെമസ്കോസിൽ തന്നെ ഉടച്ചു കളയാൻ നോക്കുന്ന സാഹചര്യം ഉണ്ട്. ഹല്ലേലൂയ. റകാനിയർത്തന ദൂരപാലകസിയ. പക്ഷെ ഈ 4 ഇടങ്ങളിലും പൗലോസ് ജയിക്കുക ചെയ്തേ. ഡെമസ്കോസിലും തോറ്റുപോയില്ല, അമേൻ, ഹല്ലേലൂയ. ശമരിയിലും തോറ്റുപോയില്ല, യഹൂദന്മാരുടെ ഇടയിലും തോറ്റുപോയില്ല, അമേൻ, ഹല്ലേലൂയ. ജാതികളുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ പ്രകാശമായി ഇറങ്ങുകയായിരുന്നു. ഹല്ലേലൂയ. എന്നതുപോലെ കർത്താവിനോട് പറയുന്നു, നിന്റെ മേൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേ, ചിലതിനെ കുലത്തോടെ പുറത്തു കൊണ്ടുവരാൻ ആമേ ദൈവാത്മ നിന്റെ മേൽ ഒരു അഭിഷേകത്തെ തന്നിട്ടുണ്ട്. റബാസിയാർത്തന ദൂരപാലകസിയ. ആമേ, ചിലതിനു വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ആമേ, കുലത്തോടെ ചിലതൊക്കെ പൊളിഞ്ഞു പുറത്തു വരും. ആമേൻ, ഹല്ലേലൂയ. കുലത്തോടെ ആമേൻ, ഹല്ലേലൂയ. ആമേൻ, നിന്റെ വായ് വിസ്താരത്തെ തുറക്കാൻ ഞാനതിനെ നിറയ്ക്കും. ആമേ, കർത്താവ് പറയുന്നു, നിന്റെ വായ് വിസ്താരത്തെ തുറക്ക്. ദൈവം നിറയ്ക്കാൻ വേണ്ടി പോകുക കേട്ടോ. ചിലതിനെ പുറത്തു കൊണ്ടുവരുന്ന അവൻ ഒരു ആത്മീയ ശുശ്രൂഷകൾ കർത്താവ് നിന്റെ പ്രാർത്ഥനകൾക്ക് അകത്തൂടെ ചെയ്യാൻ വേണ്ടി പോകുകയാണ്. റബാലകൽക ദൂരപക്ഷമനകത്തി അൽഗമ്മാനം ദുരന്താര ദുരകത്തൂരി അർദ്ധന ദിരിജനകസിയാർദ്ധന. ആത്മമണ്ഡലത്തിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തെ ദൈവം ഈ ദിവസങ്ങളിൽ കൈമാറും. അവൻ മേരിക്കുട്ടി സമൂഹൽ അവൻ ആന്റി പ്രാർത്ഥിച്ചോ. റബാഷകാനിയർദ്ധന ദൂരപാലകസിയാന്തന. അവൻ എന്തായി തീരുമെന്ന് ചോദിക്കുന്ന ആമേ ചോദ്യങ്ങളുടെ നടുവിൽ അർദ്ധം ദാരം ദരം ശരം ദരാലകതുരി രികരകസിയാർത്ഥന. അവൻ ഇതിനകത്തൊന്നും അവൻ നേരത്തെ കൂട്ടി പറയാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. പ്രവചിക്കാൻ കഴിയുന്നില്ല. ഇതെന്താകുമെന്ന് പറയാൻ കഴിയുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. എന്നതുപോലെ നിൽക്കുന്ന സിറ്റുവേഷന് നടുവിൽ ദൈവം പറയുക, ഇത് ഇന്നത് ആകും എന്ന് പറയത്തക്ക രീതിയിൽ. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഈ ഹന്ന പ്രാർത്ഥിച്ചു, കർത്താവ് മറുപടി കൊടുത്തു. അവൻ ആലയത്തിലേക്ക് ആ ബാലനെ കൊണ്ട് ചെല്ലുമ്പോൾ ആമേൻ, ഹന്ന പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇവനായിട്ട് അത്ര ഞാൻ വന്ന് പ്രാർത്ഥിച്ചത് ഇവന് വേണ്ടിയാ, കാണിച്ചു കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ. ദൂതിന്റെ നിറവേറൽ കാണിച്ചു കൊടുത്തിട്ട് പറയാ, ഇവനായിട്ടാ ഞാൻ പ്രാർത്ഥിച്ചത്, ഇവനായിട്ടാ ഞാൻ അവൻ ദൈവസന്നിധിന് അവൻ ഇതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. ചൂണ്ടിക്കാണിക്കുന്ന മറുപടികൾ അവൻ ദൈവം വേഗത്തിൽ ഹല്ലേലൂയ വെളിപ്പെടുത്താൻ വേണ്ടി പോകുക കേട്ടോ. അങ്ങനെ ഒരു ആത്മതലത്തെ ദൈവം ഓപ്പൺ ചെയ്യുക, ചൂണ്ടിക്കാണിക്കും. ഹല്ലേലൂയ. ഒരുപാട് നാളുകൾ പ്രാർത്ഥിച്ചത് രകാലകൽക്കതു രഹസ്യ റൈറ്റസ് മേനിയാർത്ഥന ദുരബാലകസിയ, ഇന്നുവരെ മറുപടി എന്റെ കരത്തിൽ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വേദനപ്പെടുന്ന അനുഭവങ്ങൾ. അവൻ ഇന്നുവരെയും എനിക്ക് അതിനെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടുന്ന അനുഭവത്തിന്റെ നടുവിൽ കർത്താവ് പറയാ, നീ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പോകുക. 2026 അവൻ കർത്താവിനോട് പറയാൻ പറയുന്നു, ചൂണ്ടിക്കാണിക്കും. ഹല്ലേലൂയ. റബാഷകാനിയ. ഇവന് വേണ്ടിയാ, ഇതിനായിട്ടാ ഹല്ലേലൂയ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചതെന്ന് പറയുമാറ് ദൈവാത്മ ചില മറുപടിയിലേക്ക് അവൻ കടത്തിവിടുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ലാ പ്രാധാന റഖാനിയ അർദ്ധരം ദുരാജന അധിയാര പ്രായിറ്റിയർദ്ധനം ദുരസ്ഥാന അൽഗമ്മാനം ദുരന്താര ദുരകത്തൂരി അർദ്ധരാസിയാർത്ഥന ദൂരപാലകസിയ റൈറ്റസ് മേനിയാർത്ഥന ദൂരപാലകസിയാർത്ഥന. ഹല്ലേലൂയ. ഇതിനകത്ത് യബ്ബേസിനെ പോലെ ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. വ്യസനപുത്രൻ എന്ന പോലെ അവൻ നിൽക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. റബാലകൽക ദൂരപക്ഷമനകത്തുരി
അതിനെ വിശാലമാക്കാൻ കഷ്ടപ്പെടുന്ന ചിലർ, അതിനെ വിശാലമാകാൻ പ്രാർത്ഥിക്കുന്നവർ ചിലർ ഇതിനകത്തുണ്ട്. പരിശുദ്ധമ്മ പറയാ അതിനെ ദൈവം വിശാലമാക്കും കേട്ടോ. റകാന ഹൽഗദേ രഹസ്യ റൈറ്റസ് മേനിയാർദ്ധന അതരജനകതുരി അൽഗദാ രഹസ്യ റൈറ്റസ് മേനിയാർദ്ധന വ്യസനപുത്രൻ എന്ന് പറയുന്ന ചില ലേബലുകളെ ദൈവം എടുത്തു മാറ്റുക. ലേബലുകൾ പൊളിയ ലേബലുകൾ ദൈവം മാറ്റും. ലേബലിനകത്ത് മാത്രം ഒരു ഭക്തിനെ ഒതുക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം ഇടുന്ന പുതിയ പേരിനാദി അറിയപ്പെടും. ദൈവം പറയുന്ന പുതിയ പേര്, ഹല്ലേലൂയ. സൂസൻ ആന്റി ദൈവം പറയുന്നു, ദൈവം പറയുന്ന പുതിയ പേരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ലേബൽ അല്ല വേണ്ടത്. ദൈവം പറയുന്നു ലേബലിനകത്ത് ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ പുതിയ പേര് ദൈവം വിളിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ അതിനകത്ത് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാകും. റബാഷ ധനാദിയ റബാനിയ അർദ്ധനാസിയ റൈറ്റസ് മേനിയ അർദ്ധന ദൂരബാലകസിയ. നിന്നെ ഇനി അസൂബ തെക്ത എന്ന് വിളിക്കത്തില്ല, ഷമാമ ശൂന്യം എന്ന് പറയത്തില്ല. ഹല്ലേലൂയ. നിനക്ക് എഫ്സീബ ഇഷ്ട എന്ന് നിന്റെ ദേശത്തിന് ബെയൂല വിവാഹസി എന്നും പേരാകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ. ഈ വചനമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. കർത്താവ് വളരെ വ്യക്തതയോടെ പറയുക. ഇന്നും ഹല്ലേലൂയ ഒരു ലേബലിന്റെ അകത്ത് മാത്രം ഒതുങ്ങിയിരിക്കുന്നവരുടെ മേൽ കർത്താവ് ആ ലേബലുകളെ മാറ്റി, ഹല്ലേലൂയ സ്തോത്രം, ദൈവാത്മ പറയുക പുതിയൊരു അന്തരീക്ഷത്തിലേക്ക് ദൈവം വരുത്തുകയാണ്. പുതിയ പേര്, ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ ദേവദാസനെ കണ്ടപ്പോഴാണ് കർത്താവ് ഒരു ദൂത് തന്നത്. എന്താണ്? സുരേഷ് ബാബു നെന്മാറ. ഹല്ലേലൂയ. ഇതിനകത്ത് കർത്താവിനോട് പറഞ്ഞു എബേസിനെ പോലെ നിൽക്കുന്ന ഒരു മനുഷ്യനാ. റബാഷധാനിയാർദ്ധന ദൂരബാലകസിയ റൈറ്റസ് മേനിയാർദ്ധന. ഹല്ലേലൂയ. എല്ലാവരെക്കാരും മാന്യന, എല്ലാവരെക്കാരും മാന്യന. ഹല്ലേലൂയ. പക്ഷെ ദൈവാത്മ പറയാ എബേസിനെ പോലെ ഒരു വ്യസനം ഹൃദയത്തിനകത്ത് ഉണ്ട്. ദൈവാത്മ പറയാ അതിനെ ദൈവം പൊളിച്ചു കളയുക കേട്ടോ. അതിനെ ദൈവം മാറ്റിക്കളയുകയാ. എബേസിനെ അതിനെ ദൈവം വിശാലപ്പെടുത്തി കൊടുത്തതുപോലെ കർത്താവ് പറയുന്നു ഭയങ്കര ഒരു ബോണ്ടേജ് ദൈവം അഴിച്ചു മാറ്റി ഒരു വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവരാൻ വേണ്ടി പോകുക. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവനാണെന്ന് കർത്താവിനോട് പറയുകയാ. ഈ അതിരൊന്ന് മാറ്റി ഈ അതിർ വരും എനിക്കൊന്ന് ഭേദിക്കണമെന്ന് പറഞ്ഞ് അതിരിനെ വിശാലമാക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവനാണ്. ദൈവാത്മാവിനോട് പറയുന്നു അതിര് വിശാലമാകാൻ വേണ്ടി പോകുക കേട്ടോ. ഒരു ചുറ്റുപാടിനകത്ത് മാത്രം ഈ ദൂത് പറയാൻ വന്നപ്പോഴാണ് പെട്ടെന്ന് വീഡിയോ ഓഫായി പോയത്. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റിയില്ല. മറ്റൊരു ദൂതിലേക്ക് കർത്താവ് എന്നെ വിട്ടു. ദൈവാത്മാവ് വളരെ വ്യക്തതയോടെ പറയുന്നു ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കുക, അതിര് വിശാലപ്പെടാൻ വേണ്ടി പോകുക. റൈറ്റ് റബ ഹൽഗദാരകസിയ. ഈ ഒരു ദൂത് പറയുമ്പോൾ എല്ലാവരും ഓർക്കരുത് അത് ആ വ്യക്തിയോട് മാത്രമാണെന്ന് ഓർക്കരുത്. ഇത് പറയുമ്പോൾ തന്നെ ആ വ്യക്തിയെ കർത്താവ് ഫോക്കസ് ചെയ്തെങ്കിലും ദൈവാത്മ പറയുന്നു ചിലരെ ദൈവത്തിന്റെ സന്നിധിയിൽ ബോണ്ടേജുകൾ അഴിച്ചു മാറ്റി ദൈവാത്മാവ് അതിരിനെ വിശാലമാക്കി ആത്മമണ്ഡലത്തിലേക്ക് ദൈവം പ്രവേശിപ്പിക്കാൻ വേണ്ടി പോകുക. ലാർബാന റൈറ്ററ ഖതൂനിയ റബാസിയ പുതിയ വഴികൾ ചിലത് ദൈവം ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുക. അങ്ങനെ മാറ്റുന്ന ഒരു ആത്മീയ ശുശ്രൂഷ കർത്താവ് ഈ ദിവസങ്ങളിൽ ചെയ്തെടുക്കും. സ്വകാര്യമായി ലൈഫിനകത്ത് അങ്ങനെ ഒരു മാന്യത ദൈവം വെളിപ്പെടുത്തും. മാന്യനാണെന്നറിയാം, പക്ഷേ അതിര് വിശാലപ്പെട്ടിട്ടില്ല. പക്ഷെ ദൈവാത്മ പറയാ അതിര് വിശാലപ്പെടുകയാ. ഇന്നു മുതൽ പ്രാർത്ഥിച്ചോ. ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഡിസംബർ അവസാനിക്കാൻ. അടുത്തൊരു വർഷത്തിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോകുക. ഇനിയുള്ള ദിവസങ്ങളിൽ ഹല്ലേലൂയ ചിലതൊക്കെ ടാർഗറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. റബാഷധാനിയാർദ്ധന. വേറൊന്നിനുമല്ല, നമ്മുടെ അവകാശങ്ങളെ കൈവശമാക്കാനുള്ള മടി നമ്മളിൽ നിന്ന് മാറിയിട്ട് കൈവശമാക്കുന്ന അനുഭവത്തിലേക്ക് ദൈവാത്മാവ് ചിലരെ കൊണ്ടുവരാൻ പദ്ധതി ഇടുന്നത് കൊണ്ട് ബെനഡിക്റ്റ് മാത്യു ദൈവാത്മ പറയുന്നു കേട്ടോ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ചില ദിവസങ്ങളെ ടാർഗറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. ചിലത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. റബാഷഖാനിയാർദ്ധന ദൂരബാലകസിയ. ഈ മാസം കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഈ മാസം തന്നെ കംപ്ലീറ്റ് ചെയ്യണം. റമാസിയ റബത്തൂരിയാർദ്ധന ധീരകൽകസിയാർദ്ധന. കംപ്ലീറ്റ് ചെയ്യാൻ കിടക്കുന്ന ചില ഭാഗങ്ങൾ, ജീവിതത്തിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ കിടക്കുന്ന ചില ഭാഗങ്ങൾ, ഉത്തരവാദിത്തത്തിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ കിടക്കുന്ന ചില ഭാഗങ്ങൾ, കുടുംബത്തിനകത്ത് കംപ്ലീറ്റ് ചെയ്യാൻ കിടക്കുന്ന ചില ഭാഗങ്ങൾ ദൈവാത്മ പറയുക ദിവസങ്ങൾക്കകം അത് കംപ്ലീറ്റ് ചെയ്ത് ആത്മാവിന്റെ ഒരു പുറത്തു വരവ് ദൈവാത്മാവ് കൽപ്പിക്കാൻ വേണ്ടി പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. റബാലകൽകദൂരപക്ഷവനകത്തി അൽഗമാനം ദുരന്തരം ജനം ദൂര ദുരകത്തൂരിയാർദ്ധര ധീരകൽകസിയാർദ്ധര. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് അതാ നമ്മുടെ ഇടയിലുള്ളത്. ഹല്ലേലൂയ. എന്നിട്ട് പറയുക വെളിച്ചത്തിന് അവകാശത്തിന് നമ്മുടെ ദൈവം പ്രാപ്തരാക്കി മാറ്റി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പ്രാപ്തിയോടെ അവകാശങ്ങളെ കൈവശമാക്കുക. പ്രൈസ് ദി ലോർഡ്.
ജെസ്സി അലക്സ്, ആമേൻ, അവകാശങ്ങൾ വെളിച്ചത്തിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. ഈ അവകാശങ്ങളെ പ്രാപിച്ചെടുക്കുക. കുടുംബമായി ദൈവാത്മ പറയുന്നു, അവകാശങ്ങളെ പ്രാപിപ്പാൻ ഒരുങ്ങുക. ആമേൻ. വെളിച്ചത്തിനകത്ത് കർത്താവ് ഇട്ടിരിക്കുന്ന ചില അവകാശങ്ങളുണ്ട്. റബാല ഗൽഗദൂരഗസിയ, ഡിവൈഡ് ചെയ്യപ്പെടുന്ന ചില അവകാശങ്ങളുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അത് കൈമാറും. ആമേൻ. അത് ഏത് തരം ഭൗതികമായിക്കൊള്ളട്ടെ, ആത്മീയമായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള അവകാശത്തിന് വേണ്ടി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ കർത്താവ് പറയും. ചില അവകാശങ്ങൾ മൂടപ്പെട്ടതുപോലും തടയപ്പെട്ടതുപോലും കിടപ്പുന്നുണ്ട്. കർത്താവിനോട് പറയുന്നു, അവകാശത്തെ ദൈവം നിങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കാൻ വേണ്ടി പോകുക. ആമേൻ. ഇത് പറയുമ്പോൾ ചിലരുടെ മുഖങ്ങൾ വേഗത്തിൽ വേഗത്തിൽ കർത്താവ് എനിക്ക് കാണിച്ചു തരുന്നു കേട്ടോ. ആമേൻ. അവരോടെല്ലാം പരിശുദ്ധമ്മ പറയുക, അവകാശങ്ങൾ വേഗത്തിൽ വേഗത്തിൽ എടുക്കുക. റബ ഷധാനിയ അർദ്ധന ദിയാരഗസിയ റൈറ്റസ് മേനിയ ജയ സലി, ആമേൻ, ഹല്ലേലൂയ. ദൈവദാസിയിൽ അവകാശങ്ങൾ മൂടപ്പെട്ട് കിടക്കുന്നത് പോലെ റകാലകൽഗദൂരപക്ഷമനകത്തുരി അർദ്ധനാദിരി ജനഗസിയ, ആമേൻ, ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കാൻ ദൈവാത്മാവ് ആവശ്യപ്പെടുകയോ, അതിനകത്തേക്ക് കടന്നെല്ലാം ദൈവാത്മാവ് ആവശ്യപ്പെടുകയോ. റോഷാല പ്രഹതനിയ റൈഷസ് മേനിയ അർദ്ധന അതര ജനകതുരി രിഗരകൽഗസൂർ ബാൽഹലുദൂരം അഷിയാർദ്ധന അൽഗമ്മാനം ദരം ജനം ദുരത്തൂരി അർദ്ധനാസിയ മിനി വിൽസന്റെ എല്ലാം പ്രാർത്ഥിക്കോ, പ്രാർത്ഥിക്കുക. ആമേൻ. അസാധാരണമായ ചില അവകാശങ്ങളുണ്ട് മൂടപ്പെട്ട് കിടക്കുന്നത്, തടയപ്പെട്ട് കിടക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലത് റിലീസ് ചെയ്യണം, സംഭവിക്കണം. അവകാശങ്ങൾ റിലീസ് ചെയ്യപ്പെടുകയോ. റൈറ്റ് റബ ഹൽഗദാരഗസിയ കരങ്ങളിലെ അകത്തേക്ക് അത് എത്തിക്കത്തക്ക രീതിയിൽ അവൻ വെളിച്ചത്തിനകത്തുള്ള അവകാശങ്ങൾ പ്രാപിക്കേണ്ടതിന് നമ്മളെ പ്രാപ്തരാക്കി മാറ്റുന്ന ഒരു അഭിഷേകം, പ്രാപ്തരാക്കി മാറ്റുകയാ. ഇന്ന് പകലിൽ അങ്ങനെ ഒരു പ്രാപ്തി ദൈവാത്മാവ് തരികയാ. ഒരു പ്രാപ്തി, അവകാശങ്ങളെ പ്രാപിക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് ദൈവാത്മാവ് നമ്മളെ കൊണ്ടുവരിക. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. റേഷലെ ബ്രഹൈറ്റിനെ സെക്യൂരി അർദ്ധന അൽഗമ്മാനം ദുരന്താര ദുരകത്തൂരി അർദ്ധനാതിരി ജനകസിയ പരിശുദ്ധനെ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. വെളിച്ചത്തിനകത്തുള്ള അവകാശങ്ങളെ അമ്മയെ പ്രാപിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കി മാറ്റി അവിടുത്തെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ആമേൻ. ഈ ദിവസങ്ങൾ അതിനെ പ്രാപിക്കാൻ തക്ക വിധത്തിൽ ഈ ദിവസങ്ങൾ മുന്നോട്ട് കുതിക്കാൻ ദൈവാത്മാവിന്റെ കൃപയും പരിശുദ്ധമാവിന്റെ സാന്നിധ്യം ദൈവാത്മാവ് വെളിപ്പെടുത്തിയാട്ടെ കർത്താവ്. ആ പ്രകാശത്തിലേക്ക്, അത്ഭുതപരമാക്കുന്ന പ്രകാശം, ഞങ്ങളെ അത്ഭുതമാക്കുന്ന പ്രകാശം, ഞങ്ങളെ അതിശയമാക്കുന്ന പ്രകാശം, ഞങ്ങളെ ലോകത്തിന് മുൻപിൽ ആശ്ചര്യകരമാക്കി മാറ്റുന്ന പ്രകാശത്തിലേക്ക് ദൈവാത്മാവ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുകയാ. ഇതിനകത്ത് ആമേൻ ചില അവകാശങ്ങൾ ഞങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ടല്ലോ കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. ഈ ദിവസങ്ങളിൽ ചില ഇരുട്ടുകൾ, ഹല്ലേലൂയ, ഭവനത്തിനകത്തു നിന്ന്, വ്യക്തികൾക്കകത്ത് നിന്ന്, സ്വകാര്യമായ ജീവിതത്തിന്റെ അനുഭവത്തിനകത്തു നിന്ന് എല്ലാം ചില ഇരുട്ടുകൾ വഴിമാറട്ടെ. ആമേൻ. ദൈവിക പ്രകാശത്തിനകത്ത് തുടരാൻ, അതിനകത്ത് ജീവിക്കാൻ, അതിനകത്ത് ചലിക്കാൻ നിന്റെ കൃപ ധാരാളമായി കർത്താവ് കൈമാറണമേ. സ്പീഡിനെ ദൈവം വർദ്ധിപ്പിച്ചാട്ടെ. ചില ഇരുട്ടുകൾ കയറി വന്നിട്ട് വേഗത്തിൽ സ്പീഡ് കുറഞ്ഞു പോയതുപോലെ, അവൻ ഒന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ റബാല ഗൽഗദൂര ഭക്ഷവനകത്തുരിയ വേഗത്തിൽ ആകസ്മികമായി സംഭവിച്ചത് നിമിത്തം അമേൻ ഹല്ലേലൂയ മുൻപോട്ട് അമേൻ ചുവടുകൾ എടുത്തു വെക്കാൻ കഴിയാതെ അമേൻ ഹല്ലേലൂയ കൺഫ്യൂഷനായി നിൽക്കുന്നവരോടൊക്കെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ കർത്താവെ സംസാരിച്ചിരിക്കാൻ നന്ദി പറയാ. സ്പീഡുകൾ വർദ്ധിക്കട്ടെ. അമേൻ. ഇരുട്ടുകൾ മാറട്ടെ കർത്താവെ. ഹല്ലേലൂയ. ദൈവിക പ്രകാശത്തിനകത്തേക്ക് നിന്റെ മക്കൾ ഈ ദിവസങ്ങളിൽ കടക്കട്ടെ. ആമേൻ. അസ്വാഭാവികമായിട്ടുള്ള ആത്മതലത്തിലേക്ക് പ്രവേശിക്കട്ടെ. അസ്വാഭാവികമായ പ്രകാശത്തെ എന്റെ മക്കൾ കാണട്ടെ കർത്താവെ. അതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സൂര്യനെ ചന്ദ്രനെ ഒന്നും കാണാതെ ആമേൻ അസ്വാഭാവികമായി വെളിച്ചത്തിന്റെ ആമേൻ ഹല്ലേലൂയ ആ സാന്നിധ്യം അനുഭവിച്ച മനുഷ്യൻ ഹല്ലേലൂയ ആമേൻ ഇരുട്ട് വന്നപ്പോഴും പ്രകാശത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് യാത്ര ചെയ്തതുപോലെ അപ്പൊ ആ ദിവസങ്ങൾ നിന്റെ മക്കളെ ശക്തമായ നിലകളെ നിർത്തുമാറാക്കണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. പ്രത്യേകാല നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബീനാന്റിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടെ നിൽക്കുന്ന എല്ലാവർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ദൈവിക തുറവിയിലേക്ക് കർത്താവെ നിന്റെ മക്കളെ കൊണ്ടുവന്നിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ. ദൈവിക പദ്ധതിക്ക് അകത്താത്മാവ് നിർത്തുന്നതിനാ സ്തോത്രം. സകലമാനവും മഹത്വവും പുകഴ്ചയും പിതാവെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് തരുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ദൈവാത്മാവ് നമ്മെ എല്ലാവരെയും ഈ വചനങ്ങളാൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. ആമേൻ. ഹല്ലേലൂയ. ഇടുക്കിയിലാണ് ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. ആമേൻ. ദൈവിക ശുശ്രൂഷകൾക്കകത്ത് ഞങ്ങൾ ആയിരിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ മിനിസ്ട്രികളൊക്കെ ഓർത്ത് ശക്തമായി പ്രാർത്ഥിക്കുക. സൂം മീറ്റിങ്ങും അതുപോലുള്ള മീറ്റിങ്ങുകളെല്ലാം ഞങ്ങൾ ആമേൻ ദൈവത്തിന്റെ കൃപയാൽ ആശ്രയിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അസ്വാഭാവികമായ ഒരു ആത്മതലത്തിലേക്ക് കയറുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളും പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്കിങ്ങനെ സമയം അനുവദിച്ചു തന്ന കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷേകത്തോടും അതുപോലെ ചേർന്ന് നിൽക്കുന്ന എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയ സ്നേഹത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരും ഒരുപോലെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.